ഹലോ എല്ലാവർക്കും നമസ്കാരം. ബൈഎസ്എഫിന്റെ എല്ലാ മാസ വെബിനാറിലേക്ക് സ്വാഗതം. ഇപ്രാവശ്യം നമുക്ക് ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആന്റണി ജോസഫ് ആണ്, CA ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഹീസ് റൺ ടാക്സ് ഫേം, ഒരു ഫേം റൺ ചെയ്യുന്നുണ്ട്, ടാക്സ് ടാലൻസ് എന്ന് പറഞ്ഞിട്ട്. ഈസ് വെരി ഫേമസ് ബിസിനസ് പീപ്പിൾ ആൻഡ് ലോട്ട്സ് ഓഫ് പേഴ്സണൽ ടാക്സ് ഓൾസോ ഈസ് ഡൂയിങ്. ബിസിനസ് ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ ബിസിനസ്സിൽ ഫേമസ് ആവുക എന്ന് പറഞ്ഞാൽ പേഴ്സണൽ കാര്യങ്ങൾ കുറച്ച് ഈസിയാണ്. പേഴ്സണൽ ടാക്സ് വളരെ ഈസിയാണ്. പക്ഷേ ബിസിനസ്സിലും ഇതിലും ഒരേപോലെ പെർഫോം ചെയ്യുന്ന ഒരാളാണ് ആന്റണി. കുറേ ബിസിനസ്സുകാർ എൻ്റെ ഫ്രണ്ട്സ് മുഴുവൻ ചെയ്യുന്നത് ആന്റണിയുടെ അടുത്താണ്. സോ very helpful guy, down to earth guy as well. So we have thanks Anthony for joining today. And let's start. Agenda is like I will ഒരു 4-5 സ്ലൈഡ് ഞാൻ ആദ്യം ഒരു ഇൻട്രോ സ്ലൈഡ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ ആന്റണിക്ക് കൈമാറാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റിൽ കുറച്ച് പ്രോപ്പർട്ടീസ് ഞാൻ എക്സാമ്പിൾ കാണിക്കാം. കാരണം നമുക്ക് പലർക്കും പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ പ്രോപ്പർട്ടികളുടെ ഇത്ര 300,000 വേണം കമ്പൈൻ ഇൻകം വേണമെന്നൊക്കെ പറയുന്ന സമയത്ത് ആൾക്കാർ SMSFനെ പറ്റി ചിന്തിക്കുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചീപ്പായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്കതൊരു അച്ചീവബിൾ ആണെന്ന് തോന്നും. ഓക്കെ, അതാണ് നമ്മുടെ എൻ്റെ ഒരു ഗോള്. ഓക്കെ, ഇതൊക്കെ നമുക്ക് SMSF സാധാരണക്കാരനും നമുക്കും പറ്റും. ഓക്കെ, അതിനെ പറ്റി പ്രോപ്പർട്ടീസ് ഓസ്ട്രേലിയ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലാസ്റ്റ് ഉപയോഗിക്കുന്നത്. SMSനെ പറ്റി കൂടുതൽ പഠിക്കാൻ ആന്റണി ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ഞാൻ കുറച്ച് പ്രോപ്പർട്ടീസ് എക്സാമ്പിൾ ഞാൻ കാണിക്കാം. സോ I would like to acknowledge the traditional owners of the land which we meet today, our Njeri people of the Kulin Nation, and pay my respects to elders past and present. About myself, I have 20 years of investing experience. I have so many coaches. I spent more than $120,000 in Australia only for real estate education. And I purchased my property in 2010 and I paid off the mortgage in 2015. But again, I took that money and out and did so many other things. My goal is to bring 100 families to financial freedom by 2031. And educate 5,000 families using free webinar like this so that they will not commit investment blunders and achieve financial freedom faster. So 2031 ആകുമ്പോഴേക്കും ഒരു 5,000 ഫാമിലീസിനെ എഡ്യൂക്കേറ്റ് ചെയ്യും വേണം, ഒരു 100 ഫാമിലീസിനെ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഗോൾ. About BuyASUp, we are a member of REAV. We do buyers and vendor advocacy. Member of biggest buyers agents group in Australia. Total, we have 7 experts working in property research and client support and or do that. So this is our team. We have 6 staff now. We are growing. Total 7 staff, including me. The information on this video is general information purpose. We are not discussing your personal. We don't know your personal situation, so you should seek professional advice from talking about your personal situation. എൻ്റെ സിറ്റുവേഷൻ ഇതാണ്, എനിക്ക് ഒരു വീട് ഇവിടെ ഉണ്ട്, അത് ഇവിടെ ഉണ്ട്, എൻ്റെ എത്രയാണ്, എൻ്റെ പ്ലാൻ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഫൈനാൻഷ്യൽ പ്ലാൻ എടുത്തോ അക്കൗണ്ടിൻ്റെ അടുത്തോ മോർഗേജ് ബ്രോക്കറെടുത്തോ സംസാരിക്കുമ്പോൾ അവർ തരുന്നത് അവരുടേതായ രീതിയിലുള്ള ഇത് തരും. ഓക്കെ, അതാണ് ശരിക്കുള്ള അഡ്വൈസ്. ഇത് വെറുതെ ജനറൽ ഒപ്പീനിയൻസും കാര്യങ്ങളും മാത്രമാണ്. So this is my first slide. So I want to talk about financial freedom. What is financial freedom? Financial freedom is the status of having enough income to pay one's living expenses for the rest of the life without having to be employed or dependent on others. ഇതാണ് നമ്മുടെ ഗോള്. ഫൈനാൻഷ്യൽ ഫ്രീഡം ആണ് നമ്മുടെ ഗോള്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്തെങ്കിലും ഗോൾ വേണമല്ലോ, അതിലൊരു ഗോളാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം. ആൻഡ് വാട്ട് ഈസ് പാസീവ് ഇൻകം? ഇൻകം ഏൺഡ് വിത്തൗട്ട് ഹാവിംഗ് ടു വർക്ക് എ ജോബ് ഈസ് കോമൺലി റെഫേർഡ് ആസ് പാസീവ് ഇൻകം. അപ്പോൾ നമ്മളൊരു ബുക്ക് എഴുതിയ ബുക്കിൽ നിന്ന് കിട്ടുന്ന റോയൽറ്റി, യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റോയൽറ്റികൾ, അതൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യാണ്ട് കിട്ടുന്ന, ഒരിക്കൽ എഫർട്ട് എടുത്തു പിന്നെ അതിനൊക്കെ വരുന്നത്. വാടകയിൽ നിന്ന് എല്ലാ ചിലവ് കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും കിട്ടണമെങ്കിൽ അത് പാസീവ് ഇൻകം ആണ്. അങ്ങനെ പലതരം പാസീവ് ഇൻകം ഉണ്ട്, അതിലെ ഒരു പാസീവ് ഇൻകമാണത്. ഓക്കെ, ഇനി പെൻഷനെ പറ്റി പറയാം. SMSFനെ പറ്റി. SMSF ഈസ് ബേസിക്കലി നാട്ടിലുള്ള പ്രോവിഡൻറ്റ് ഫണ്ട് പറയില്ലേ, PF, അതേപോലെ തന്നെയാണത്. റിട്ടയർ ആകുമ്പോൾ മാത്രം നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു സാധനമാണ് ഈ സൂപ്പർ ഫണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു, നമുക്ക് കിട്ടുന്നത് റിട്ടയർ ആകുമ്പോഴാണ്. അപ്പോൾ ഇവിടുത്തെ റിട്ടയർമെൻറ്റ് ഏജ് ഇപ്പോൾ 67 ആണ്. അപ്പോൾ സാധാരണക്കാർക്ക്, ഇപ്പോൾ ഒരു ഒന്നുമില്ലാത്ത ആൾക്കാർക്ക് എന്താണ് പെൻഷൻ? ഇവിടെ പെൻഷൻ എല്ലാവർക്കും പെൻഷൻ ഉള്ളൂ, നാട്ടിലെ മാരില്ല, അവിടെ എല്ലാവർക്കും പെൻഷൻ ഉണ്ട്. പെൻഷൻ ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ ഗൂഗിൾ കിട്ടിയാണത്. മാക്സിമം ഏജ് പെൻഷൻ സിംഗിൾസിന് 1047, ഫോർട്ട്നൈറ്റ്ലി വീക്കിലി ആകുമ്പോൾ ഒരു 520, കപ്പിൾസിന് ആകുമ്പോൾ 1578 ഫോർട്ട്നൈറ്റിൽ കിട്ടുന്നത്. അപ്പോൾ $41,000 നമുക്ക് ഒരു കൊല്ലം കിട്ടുന്നത്. ഇനി ഒരു മര്യാദയ്ക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു കപ്പിളിന് വേണ്ടത് ഏകദേശം $73,000. ഓക്കെ, കംഫർട്ടബിളായി ജീവിക്കുന്നത്. കപ്പിളിന് മോഡസ്റ്റ് ആയിട്ട് വേണ്ടത് മിനിമം 47,000 ആണ്. അപ്പം നേരത്തെ പറഞ്ഞു കപ്പിളിന് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ $41,000 ആകെ കിട്ടുന്നത്. $47,000 മിനിമം വേണം മോഡസ്റ്റ് ആയിട്ട് ജീവിക്കാൻ. അതായത് ഇലക്ട്രിസിറ്റി ബില്ലും ഗ്യാസ് ബില്ലും ഒക്കെ അടച്ച് ജീവിക്കാനായിട്ട് $41,000 കപ്പിളിന് വേണം. കപ്പിൾസിന് 2 പേർക്ക് കേട്ടോ. അപ്പോഴും $6,000. ഇതിൽ യാത്രയൊന്നുമില്ല, നാട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒന്ന് സിഡ്നിയിൽ നിന്ന് കാണാൻ പോകാനോ ഒന്നും അതിനുള്ള പൈസ ഒന്നും കിട്ടില്ല. മര്യാദയ്ക്ക് കഷ്ടപ്പെടാതെ, അതായത് പെൻഷൻ ആയിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം വേണ്ടത് 47 ആണ് മിനിമം. ഓക്കെ, അപ്പോൾ പെൻഷനാണെങ്കിൽ കിട്ടുന്നത് 41K ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഗ്യാസ് ബില്ല് തന്നെ വന്നത് ഞങ്ങൾ പറയുന്നില്ല, ഏകദേശം $1,000 ആണ്. അപ്പോൾ
എല്ലാത്തിൻ്റെയും ഇത് കൂടിക്കൊണ്ടിരിക്കുന്നു. സോ യു ഹാവ് ടു തിങ്ക് റിയലി ഹൗ യു ആർ ഗോയിങ് ടു റിട്ടയർ വെൻ യു ആർ ടച്ചിങ് റിട്ടയർമെൻറ്റ്. അതാണ് എനിക്ക് പറയാനുള്ളത്. സോ ലെറ്റസ് എക്സ്പ്ലോർ ദ ഓപ്ഷൻസ് വിത്ത് SMSF. So to retire, with enough properties, how many properties do you want? So you need 5 or more properties to give you a chance to retire. Studies shows that it will take 20 years to get there. Okay, and 98.4% will fail to realize their property based on financial freedom dream. അത് financial freedom through property കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ 98.4% ആൾക്കാരും ഫെയിൽ ആവും. കാരണം 5 പ്രോപ്പർട്ടി മേടിക്കാൻ ആൾക്കാർ പറ്റില്ല. 1 2 കഴിഞ്ഞാൽ പിന്നെ ലോൺ കിട്ടില്ല. 3 കഴിഞ്ഞാൽ ചിലപ്പോൾ തീരെ ലോൺ കിട്ടില്ല. അതൊക്കെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇതാണ് എട്ടിയുടെ കണക്ക്. 71.48% ഇൻവെസ്റ്റേഴ്സിനും ഒരു ഒറ്റ പ്രോപ്പർട്ടി ഉള്ളൂ. 18.86 ആൾക്കാർക്ക് 2 പ്രോപ്പർട്ടി ഉണ്ട്. ഇതിലാണ് മെജോറിറ്റി ആൾക്കാർ പെടുന്നത്. അതിൽ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം അവർ വാങ്ങുന്ന പ്രോപ്പർട്ടി റോങ് പ്രോപ്പർട്ടി ആയാണ് മിക്കവാറും അങ്ങനെ സംഭവിക്കുന്നത്. ഇനി എത്ര പേർക്കാണ് 5 പ്രോപ്പർട്ടി നോക്കി? 0.87 ആൾക്കാർക്ക് 5 പ്രോപ്പർട്ടി ഉള്ളൂ. അപ്പോൾ ഈ 0.87 ആൾക്കാരാണ് മര്യാദയ്ക്ക് ഈ പ്രോപ്പർട്ടിയുടെ വാടക കൊണ്ട് ജീവിച്ചു പോകുന്നത് എന്ന് പറയാം. ഓക്കെ, മര്യാദയ്ക്ക്, അതായത് ഫൈനാൻഷ്യൽ ഫ്രീഡം ത്രൂ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് 0.87 ആൾക്കാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതാണ് അവിടുത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് യു നീഡ് എ ടീം. യു നീഡ് എ ടീം ഫോർ എന്താ മോർഗേജ് ബ്രോക്കറായിട്ടും വേണം, പിന്നെ നല്ലൊരു അക്കൗണ്ടന്റ് വേണം. സോ മെനി പീപ്പിൾ യു നീഡ് ടു ഗെറ്റ് അഡ്വൈസ് ഫ്രം. അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ ലോക്കായി പോകും. Okay, let me, now it's Anthony's presentation. After Anthony's presentation, I'll show some example properties which we can buy cheaper in some other places. So I'll show you some examples, okay? So let me stop. Now I'll hand over to Anthony. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആന്റണി. സതീഷ് പറഞ്ഞ പോലെ തന്നെ ഞാനൊരു ടാക്സ് പ്രാക്ടീസ് ഇവിടെ മെൽബണിൽ നടത്തുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സെൽഫ് മാനേജ് സൂപ്പർ ഫണ്ട് ആണ്, അഥവാ കോമൺ ആയിട്ട് ആൾക്കാർ പറയുന്നത് SMSF. അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലീഗൽ ഡിസ്ക്ലെയിമർ ആണ് ആദ്യത്തെ സ്ലൈഡിൽ. അതായത് പ്രസന്റേഷൻ ഈസ് ഓൺലി ഫോർ ഇൻഫർമേഷൻ പർപ്പസ് ഓൺലി, ആൻഡ് ഫോർ ഇൻഡിവിജ്വൽ അഡ്വൈസ് യു ഹാവ് ടു ഗോ ടു. സാധാരണ നമ്മൾ പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ ടാക്സ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അഡ്വൈസറിന് നിങ്ങളുടെ പേഴ്സണൽ സിറ്റുവേഷൻ പറഞ്ഞ് നിങ്ങൾ കാണേണ്ടതാണ്. പിന്നെ SMSFന് പ്രത്യേകിച്ച് ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസർ അല്ലെങ്കിൽ ലൈസൻസ് അഡ്വൈസറിന്റെ ഒരു ഹെൽപ്പും കൂടി എടുക്കുന്നത് നല്ലതായിരിക്കും. അതാണ് ജനറൽ ആയിട്ട് ഡിസ്ക്ലെയിമർ. സെക്കൻഡ് സ്ലൈഡ്. എന്താണ് SMSF എന്ന് പറഞ്ഞ സാധാരണ ഇത് നമുക്കറിയാം. നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സൂപ്പർ ആനുവേഷൻ നമ്മുടെ എംപ്ലോയർ നമ്മുടെ ഒരു ഡിഫോൾട്ട് സൂപ്പർ ഫണ്ടിലേക്കാണ് ഇടുന്നത്. അത് 2 ടൈപ്പ് സൂപ്പർ ഫണ്ട്സ് ഉണ്ട്. ഒന്ന് ഇൻഡസ്ട്രി സൂപ്പർ ഫണ്ട്സ്, അല്ലെങ്കിൽ അതല്ലെങ്കിൽ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ അവയ സൂപ്പർ അല്ലെങ്കിൽ ഹെസ്റ്റ, ഇതൊക്കെയാണ് ഇൻഡസ്ട്രി സൂപ്പർ ഫണ്ട്സ്. അതല്ലെങ്കിൽ രണ്ടാമതുള്ളത് പ്രൈവറ്റ് സൂപ്പർ ഫണ്ട്സ് ഉണ്ട്. അതായത് ബാങ്കുകൾ അവരെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന, ഇപ്പോൾ പ്ലം എന്ന് പറയുന്ന ഒരു ഉദാഹരണം, ഒരു കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന വളരെ കോമൺ ആണ്. ഇത് രണ്ടുമാണ് സാധാരണ നമ്മൾ ഡിഫോൾട്ട് സൂപ്പർ ഫണ്ടിലേക്ക് നമ്മൾ പോകുന്നത്. ഇതല്ലാതെ നമ്മൾ തന്നെ നമ്മുടെ സൂപ്പർ ആനുവേഷൻ മാനേജ് ചെയ്യുന്നതിനാണ് നമ്മൾ സെൽഫ് മാനേജ് സൂപ്പർ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് ഈ സൂപ്പർ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതും അത് കൺട്രോൾ ചെയ്യുന്നതും അപ്പം നമ്മുടെ അതോറിറ്റിയിൽ അത് നിൽക്കും. മറ്റേതില്ലാത്ത പറഞ്ഞാൽ നമുക്ക് അധികം പവർ ഇല്ല. ഇറ്റ് ഈസ് മാനേജ്ഡ് ബൈ എ തേർഡ് പാർട്ടി. അവരുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള അഡ്വൈസും പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെന്റുമാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ നമുക്കിത് SMSFന്റെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് കൂടുതലാണ്. ഒന്ന് നമ്മൾ ഉദാഹരണത്തിന് പ്രോപ്പർട്ടി നമുക്ക് റെസിഡൻഷ്യലും കൊമേഴ്സ്യലും നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഷെയർസ്, മ്യൂച്വൽ ഫണ്ട്സ്, ചില ആൾക്കാർ മെറ്റൽസ്, ഉദാഹരണത്തിന് ഗോൾഡ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇത് ചെയ്യാൻ പറ്റും നമ്മുടെ ഫണ്ടിൽ SMSFൽ. അതേസമയം ഡിഫോൾട്ട് സൂപ്പർ ഫണ്ട്സിലാണെങ്കിൽ നമുക്ക് മിനിമം ഓപ്ഷൻസിനെ ഉള്ളൂ. ഉദാഹരണത്തിന് ഷെയർസ് ആണ്, അത് തന്നെ ഹൈ റിസ്ക് അല്ലെങ്കിൽ ലോ റിസ്ക് അല്ലെങ്കിൽ മീഡിയം ഗ്രോത്ത് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഷെയർസ് അങ്ങനെയായിരിക്കും. അതേസമയം ഇവിടെയാണെങ്കിൽ ഉദാഹരണത്തിന് ഷെയർസ് ആണെങ്കിൽ നമുക്ക് തന്നെ ചൂസ് ചെയ്യാം. ഇന്റർനാഷണൽ വേണമെങ്കിൽ ഇന്റർനാഷണൽ, ഒരു ബക്കറ്റ് ഓഫ് ഷെയർസ് വേണമെങ്കിൽ അതല്ല, നമ്മൾക്കൊരു പർട്ടിക്കുലർ ഷെയർസ് തന്നെ മതി. ഉദാഹരണത്തിന് ഉളിസിന്റെ ഷെയർസ് മാത്രം നമുക്ക് താല്പര്യമുള്ളെങ്കിൽ അവരുടെ മാത്രം നമുക്ക് വാങ്ങിച്ച് അതിൻ്റെ അകത്തുനിന്നുള്ള റിട്ടേൺസ് എടുക്കാൻ പറ്റും. അത് ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി, നിങ്ങളുടെ റിട്ടേൺ എത്ര നിങ്ങൾക്ക് വേണം എന്നുള്ളതനുസരിച്ചാണ് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്നത്. ഞാൻ അടുത്തതായിട്ട് അതിൻ്റെ തൊട്ട് താഴെ ഒരു ചെറിയ സ്ലൈഡല്ല, ഒരു ഡയഗ്രാമാണ്. അത് ATOയുടെ ഒരു ഇതാണ്. അതിൻ്റെ അകത്ത് നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഉദാഹരണത്തിന് December 18 നമുക്ക് ഒരു ക്വാർട്ടർലി
ഏകദേശം $5,000 5,000 സൂപ്പർ ഫണ്ട്സ് ആണ് രജിസ്റ്റർ ചെയ്ത് അത് വന്നിട്ട് ഡിസംബർ 22 അല്ലെങ്കിൽ സെപ്റ്റംബർ 22 ഒക്കെ ആയപ്പോഴത്തേനും അത് ഏകദേശം 7,000 സൂപ്പർ ഫണ്ടിലേക്ക് വന്നു. ഇപ്പൊ കറന്റ്ലി മാർച്ച് 24 അതായത് 6 മാസം മുമ്പ് വരെ 7,000 7,500 ആ രീതിയിലേക്കാണ് പോകുന്നത്. അപ്പം ഇതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ഫണ്ട് നേരത്തെ അത്ര കോമൺ അല്ലായിരുന്നു. സൂപ്പർ ഫണ്ടിന്റെ കൺസെപ്റ്റ് നേരത്തെ തന്നെ ഉള്ളതാണ്, പുതിയൊരു കൺസെപ്റ്റ് അല്ല, 20 വർഷത്തിന് മുകളിൽ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ SMS ഫോൺ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഒന്നെങ്കിൽ വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ അഡ്വൈസേഴ്സിനെയൊക്കെ വെച്ച് ചെയ്യുന്നതാണ്. അത് തനിയെ മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതേസമയം ഇപ്പോൾ SMS-ന്റെ നമുക്ക് തനിയെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ അതിനുള്ള അഡ്വൈസേഴ്സും ആൾക്കാരും അഫോർഡ് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. നേരത്തെ SMSF ചെയ്യണമെങ്കിൽ വളരെ നമുക്ക് ഫണ്ട് വളരെ നന്നായിട്ട്, അതായത് മോർ ദാൻ 2 മില്യൺ 3 മില്യൺ ഫണ്ടുള്ളവർക്ക് മാത്രമേ ഇത് SMSF ചെയ്യാൻ പറ്റുണ്ടായിരുന്നുള്ളൂ, കോസ്റ്റ് എഫക്റ്റീവായിട്ട്. പക്ഷെ ആ സിറ്റുവേഷൻ മാറി. അതുകൊണ്ടാണ് ഇപ്പോൾ സാധാരണ നമ്മളെ പോലെയുള്ള ആൾക്കാരും ഇപ്പോൾ SMS ഉണ്ടാക്കാനായിട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം അടുത്ത സ്ലൈഡിൽ നമ്മൾ SMSF ഉണ്ടാക്കാൻ വേണ്ടി ഓരോരുത്തരും കൺസിഡർ ചെയ്യേണ്ട ഒരു മൂന്ന് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ്. ഒന്ന്, നിങ്ങളുടെ കറണ്ട് സൂപ്പർ ബാലൻസ്. ഞാൻ SMSF എന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ രീതിയിൽ ഉദ്ദേശിക്കുന്നത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫും കൂടെ കൂടി ഒരു സൂപ്പർ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ്. അത് സെപ്പറേറ്റ് അല്ല, ഒന്നായിട്ട്. അതേസമയം നമ്മുടെ ഡിഫോൾട്ട് സൂപ്പർ ഫണ്ടിൽ നമുക്ക് എപ്പോഴും 2 സൂപ്പർ ഫണ്ട് ആയിരിക്കും, ഒരിക്കലും ഒരുമിച്ച് വരത്തില്ല. ഇത് എന്ന് പറയുക SMSF എപ്പോഴും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു സൂപ്പർ ആയിരിക്കും ഉണ്ടാക്കുക. അതാണ് ഒരു കാര്യം. അപ്പൊ അതിന്റെ ബാലൻസ് എത്രയുണ്ട് എന്നുള്ളതാണ്. ആ ബാലൻസ് നമ്മളിപ്പോൾ ഒരാൾക്ക് 100 ഒരാൾക്ക് 50 ആണെങ്കിൽ നമ്മുടെ ഉദാഹരണത്തിന് ടോട്ടൽ 150 ആയി. അതേസമയം അല്ലെങ്കിൽ 100 + 100 ആണെങ്കിൽ 200 ആയി. അപ്പൊ നിങ്ങളുടെ ബാലൻസ് ഇമ്പോർട്ടൻസ് എപ്പോഴാണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാനാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിനകത്ത് നമ്മളിപ്പോൾ പ്രോപ്പർട്ടിയുടെ കാര്യമാണ് കൂടുതൽ പറയുന്നത്. ഇപ്പൊ നമുക്ക് പ്രോപ്പർട്ടി 500-ന്റെ ഒരു പ്രോപ്പർട്ടി, ഒരു ബഡ്ജറ്റ് ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, സോ യു ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 200. ആ സമയം അതല്ല, നല്ല പ്രോപ്പർട്ടി, ഇപ്പൊ സെക്കൻഡ് ഇയർ ടൗണിൽ നല്ല റെന്റൽ റിട്ടേൺ ഉള്ള ഒരു പ്രോപ്പർട്ടി ആണ്, അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 300 ആണെങ്കിൽ നിങ്ങളുടെ 2 പേരുടെയും കൂടെ ബാലൻസ് 100 ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ പറ്റും, കാരണം യു ക്യാൻ ടേക്ക് എ ലോൺ. അപ്പോൾ അതാണ് ഒരു കൺസിഡറേഷൻ. നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്ത് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതനുസരിച്ചാണ്. അതുകൊണ്ടാണ് ആ കറണ്ട് സൂപ്പർ ബാലൻസിന്റെ ഒരു ഇമ്പോർട്ടൻസ്. രണ്ടാമതായിട്ട്, എംപ്ലോയ്മെന്റ്. നിങ്ങളുടെ ഇൻകം ഒരു സ്റ്റഡി ആണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ കൺട്രിബ്യൂഷൻ ഇപ്പോൾ 11.5% ആണ് ഈ വർഷം വരുന്നത്. 11.5% നിങ്ങളുടെ എംപ്ലോയർ കൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ അതും നിങ്ങളുടെ ഇൻകം ആയിട്ട് വരും. അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിന്റെ റീപേയ്മെന്റും, ഇപ്പോൾ പ്രോപ്പർട്ടി ആണെങ്കിൽ അതിന്റെ റീപേയ്മെന്റ് കാര്യങ്ങളും ലോൺ എടുക്കുമ്പോൾ അത് കൺസിഡർ ചെയ്യും. അപ്പോൾ ആ എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസും അതിന്റെ ഒരു ഓൺഗോയിങ് നേച്ചറും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോൾസ്. നിങ്ങളുടെ SMS കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു സ്റ്റഡി ഇൻകമാണ് എല്ലാവരും, അതായത് റിട്ടയർമെന്റ് ഫണ്ടാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡിഫോൾട്ട് സൂപ്പർ ഫണ്ടിൽ 5% ഉള്ളൂ എന്ന് വിചാരിച്ചു. നിങ്ങളുടെ റിട്ടേൺ നോർമലി 5% ആണ് ആവറേജ് റിട്ടേൺ. പക്ഷെ നിങ്ങൾക്ക് അത് പോരാ, 7% വേണം, അല്ലെങ്കിൽ 8% വേണം. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ വേറെ ഓപ്ഷൻസിലേക്ക് കടക്കുന്നത്. ഉദാഹരണത്തിന് പ്രോപ്പർട്ടി, നമുക്കറിയാം കഴിഞ്ഞ ഒരു 3-5 വർഷമായിട്ട് ചില പെർത്തിലൊക്കെ ആണെങ്കിലും പ്രോപ്പർട്ടി ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് ഡബിൾഡ് വിത്തിൻ 3-4 ഇയേഴ്സ്. അപ്പോൾ അവിടെ അങ്ങനത്തെ സ്ഥലത്തൊക്കെ പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അതേസമയം നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഡിഫോൾട്ടിൽ പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓൺലി 5% അല്ലെങ്കിൽ 6%. അപ്പോൾ ആ ഗോൾസ് എന്താണെന്നും കൂടെ നമ്മളൊന്ന് ആദ്യം ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഞാൻ ഷോർട്ടായിട്ടൊന്ന് പറയാം. അതിന് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഡിസ്കഷനിൽ ഒന്നുകൂടെ സംസാരിക്കാം. ഒന്ന്, അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റണ്ണിങ്ങിലുള്ളത്. അപ്പോൾ നമുക്കറിയാം സൂപ്പർ ഫണ്ടിൽ 15% ആണ് ടാക്സ് റേറ്റ് ഉള്ളൂ. ആ സമയം നമുക്കറിയാം നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ്, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ സ്വന്തം പേരിലുള്ളത് നമുക്ക് വരുവാണെങ്കിൽ നമുക്ക് അതിന്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്ന ഒരു 100,000 ജോലിയുള്ള 100,000 സാലറി ഒരാൾക്കാണെങ്കിൽ 30% ടാക്സ് റേറ്റ് ആണ് മിനിമം. അതേസമയം ഇതിൻ്റെ അകത്താണെങ്കിൽ 15% ടാക്സ് റേറ്റ് ഉള്ളൂ. അതുപോലെ വേറെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻസ്, അതായത് നമ്മൾ ഒരു അസറ്റ് വാങ്ങി വിൽക്കുമ്പോൾ, അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തും ആകാം, ഷെയർസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗോൾഡോ അല്ലെങ്കിൽ ഈവൻ പ്രോപ്പർട്ടി കാര്യമാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത്. പ്രോപ്പർട്ടി ആണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ട്. ആ ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്നത് നമ്മുടെ സാലറി ഉള്ള സമയത്ത് ആണെങ്കിൽ നമ്മുടെ സാലറിയുടെ കൂടെ ഓൺ ടോപ്പ് ഓഫിൽ ആഡ് ചെയ്തിട്ട് അതിനാണ് നമ്മൾ ടാക്സ് വാങ്ങിക്കുന്നത്. സോ നമ്മൾ 100,000 ഇൻകം ഉള്ള ഒരാൾക്ക് എങ്ങനെ വന്നാലും മിനിമം 30% ടാക്സ് റേറ്റ് വരും. അതേസമയം
സൂപ്പർ ആനുവേഷനിലാണെങ്കിൽ നമുക്ക് 15%, 10% ആണ് ക്യാപിറ്റൽ ഗെയിൻസിന് ടാക്സ് ഉള്ളൂ. അതേസമയം നോർമലിലുള്ളതിന് 15%. വേറൊരു അഡ്വാൻറ്റേജ്, ഇപ്പോൾ നമ്മൾ പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ അകത്ത് വാങ്ങിക്കുന്നതെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഇൻട്രസ്റ്റ്, അതായത് ലോണ് സാധാരണ 30 years ഒക്കെയാണ്. ഇതിനും 30 years ആണ് നമുക്ക് ലോൺ കിട്ടുന്നത്. എങ്കിൽ പക്ഷെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഈ ലോൺ അടച്ചു പോകാം. കാരണം നമുക്ക് 2 ഇൻകം സോഴ്സ് ആണ് SMSFൽ വരുന്നത്. ഒന്ന് നമ്മുടെ എംപ്ലോയറിൻ്റെ അടുത്ത് നിന്ന് വരുന്ന സൂപ്പർ കൺട്രിബ്യൂഷൻ, അത് ലീഗലായിട്ടുള്ളത് 11.5% നമ്മുടെ സാലറിയുടെ അനുസരിച്ച്. 2 ഈ പ്രോപ്പർട്ടി റെന്റൽ പോകുമ്പോൾ കിട്ടുന്ന ഇൻകം. അപ്പോൾ ഇത് 2 ഇൻകം വരുന്നതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് ഈ പ്രോപ്പർട്ടി ലോൺ അടച്ചു തീർക്കാം. അതിന് നിങ്ങൾക്ക് അടുത്ത പ്രോപ്പർട്ടി വാങ്ങിക്കുകയോ അല്ലെങ്കിൽ അത് ലിവറേജ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പം അതാണ് വേറൊരു അഡ്വാൻറ്റേജ്. പക്ഷേ നമ്മുടെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റിൽ പേഴ്സണൽ നെയിമിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അടയ്ക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് വേറെ നമ്മുടെ സ്വന്തം റെസിഡൻഷ്യലുണ്ട്, വേറെ കമ്മിറ്റ്മെന്റ്സ് ഉള്ളതുകൊണ്ട് പറ്റത്തില്ല. അതേസമയം ഇവിടെ നമുക്ക് വേറെ ഒന്നിനും ആ പൈസ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ മസ്റ്റായിട്ടും ഇത് എത്രയും പെട്ടെന്ന് ഇത് അടച്ചു തീരും. പിന്നെ വേറൊരു ബെനിഫിറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ഫണ്ടിൽ നമ്മൾ ലോൺ എടുക്കുന്നത് നമ്മുടെ പേഴ്സണൽ ബോറോയിങ് കപ്പാസിറ്റീനെ ബാധിക്കുന്നില്ല. അതായത് സൂപ്പർ ഫണ്ടിൽ ഒരു ലോൺ എടുത്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ ലെവലിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ സൂപ്പർ ഫണ്ടിലെ ലോൺ എത്രയാണെന്നുള്ളത് അവിടെ ഒരു ക്വസ്റ്റ്യൻ അല്ല. അതാണ് വളരെ അഡ്വാൻറ്റേജ്. നമുക്കറിയാം, നമ്മളൊരു സാധാരണ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വാങ്ങിക്കുവാണെങ്കിൽ അതിൻ്റെ ലോണിന് ചെല്ലുമ്പോൾ നമ്മുടെ എല്ലാ ലയബിലിറ്റി അവർ നോക്കും. നമ്മുടെ റെസിഡൻഷ്യൽ, നമ്മുടെ ക്രെഡിറ്റ് കാർഡ്സ്, മോട്ടോർ വെഹിക്കിളിൻ്റെ ലോണ്, സ്റ്റോർ കാർഡിന്, അങ്ങനെ എല്ലാം നോക്കിയിട്ടാണ് അവർ ലോൺ തരുന്നത്, നമ്മുടെ കപ്പാസിറ്റി നോക്കി. പക്ഷേ ഇതങ്ങനെയല്ല. അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ്. അതായത് ഈ സൂപ്പർ ഫണ്ടിൻ്റെ അകത്ത് എത്ര ഇൻകം വരുന്നു അതാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ഡിസ്അഡ്വാൻറ്റേജസ് പെട്ടെന്ന് സാധാരണക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രോപ്പർട്ടി ആണെങ്കിൽ ഉള്ളത്, നമ്മുടെ പ്രോപ്പർട്ടി കൺസ്ട്രക്ഷന് ഇവർ ലോൺ തരത്തില്ല. അതായത് അത് നോട്ട് അലൗഡ് ആണ് സൂപ്പർ ഫണ്ടിന്റെ റൂൾസിൽ. സൂപ്പർ ഫണ്ട് ലോസിൽ നമുക്ക് കൺസ്ട്രക്ഷൻ ഓഫ് പ്രോപ്പർട്ടി ലോൺ എടുത്ത് ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം നമുക്ക് നമ്മുടെ സൂപ്പർ ഫണ്ടിൽ ഇനഫ് പൈസ ഉണ്ട് കൺസ്ട്രക്ഷന് എങ്കിൽ അത് അലൗഡ് ആണ്. പക്ഷേ നമുക്ക് ലോൺ എടുത്ത് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ തോന്നുവാണ് നിങ്ങളുടെ ഡിഫോൾട്ട് സൂപ്പർ ഫണ്ടിനേക്കാളും താഴ്ന്ന ഒരു റേറ്റ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ എങ്കിൽ പിന്നെ SMS മുന്നോട്ട് പോകാതിരിക്കുകയാണ് നല്ലത്. വേറെ ഒരെണ്ണമാണ് ഇൻഷുറൻസ്. നമുക്കറിയാം, നമ്മുടെ ഡിഫോൾട്ട് സൂപ്പർ ഫണ്ടിൽ നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, ബേസിക് ആയിട്ടുള്ള ഇൻഷുറൻസ് അവർ കവർ ചെയ്യും. ആ സമയം SMSFൽ നമുക്ക് ഇൻഷുറൻസ് ഇല്ല. അപ്പം അതിന് ഒരു ചോയ്സ് എന്താണ് ആൾക്കാർ ചെയ്യുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, പല ആൾക്കാരും നമ്മുടെ ഡിഫോൾട്ട് സൂപ്പർ ഫണ്ട് വളരെ മിനിമം ബാലൻസിൽ കീപ്പ് ചെയ്യും. ഒരു $5,000, $10,000 കീപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള പൈസ മാത്രമേ SMSFലേക്ക് മാറ്റുള്ളൂ. അതല്ല, വേറൊരു ഓപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ SMSFൽ തന്നെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഇൻഷുറൻസ് പോളിസി എടുക്കാം. അത് ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പോളിസി എടുത്താൽ നമുക്ക് ആവശ്യമുള്ള പോളിസി എടുക്കാം. അതേസമയം ഡിഫോൾട്ട് സൂപ്പർ ഫണ്ടിൽ അവർ ഡിഫോൾട്ട് ഇൻഷുറൻസ് ആണ് തരുന്നത്. അപ്പം നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തെടുക്കുമ്പോൾ ഇതിനേക്കാളും ഒരു സൂട്ടബിലിറ്റിയേക്കാളും നല്ലത് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് എടുക്കുന്നതാണ് നമ്മുടെ പ്രൈവറ്റ് SMSFൽ. പിന്നെ അടുത്തത് ഇതിന്റെ സ്റ്റെപ്സ് ആണ്. നമുക്കറിയാം, ആൾക്കാർ കൂടുതൽ ഇതിന് മടിക്കാൻ ഒരു കാരണം ഒത്തിരി പേപ്പർ വർക്കിന്റെ ഒരു ഇഷ്യൂസ് ആൾക്കാർ പറയാറുണ്ട്. എങ്കിലും നമുക്ക് പ്രാക്ടിക്കലി അത്രയും വരുന്നില്ല. കാരണം ഒരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ തുടക്കത്തിൽ, കാരണം ആ സ്റ്റെപ്സ് എന്ന് പറയുന്നത് 3-4 സ്റ്റെപ്പാണുള്ളത്. ആദ്യം നമ്മൾ ഒരു അഡ്വൈസ് എടുക്കണം. അഡ്വൈസ് എടുക്കാനുള്ള കാരണം, നമ്മൾ മാർക്കറ്റിൽ നോക്കുമ്പോൾ നമുക്കറിയാം 2 ടൈപ്പ് ഓഫ് ആൾക്കാരാണ് SMSF ഉണ്ടാക്കുന്നത്. ഒന്ന് വിത്ത് ഫൈനാൻഷ്യൽ അഡ്വൈസ് ആൻഡ് വിത്തൗട്ട് ഫൈനാൻഷ്യൽ അഡ്വൈസ്. നമുക്കറിയാം, ATO വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് യു ഷുഡ് ഗോ വിത്ത് ഫൈനാൻഷ്യൽ അഡ്വൈസ്. അല്ലാതെ എടുക്കുന്നവരുണ്ട്. അതിന്റെ ഡിഫറൻസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ആണ്. അപ്പോൾ ഫൈനാൻഷ്യൽ അഡ്വൈസ് വരുമ്പോൾ എന്തായാലും എക്സ്ട്രാ കോസ്റ്റ് വരും. വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്, ഇപ്പോൾ എൻ്റെ ക്ലയൻസിലാണെങ്കിലും റാൻഡമായിട്ട് ATO അവരെ വിളിക്കാറുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് SMSF ഫോം ചെയ്തത്, നിങ്ങൾക്ക് SMSF റൺ ചെയ്യാൻ അറിയാമോ, അല്ലെങ്കിൽ നിങ്ങൾ അഡ്വൈസ് എടുത്തോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അവർ ചോദിക്കുമ്പോൾ ആൻസേഴ്സ് അറിയില്ല. അപ്പോൾ ഉദാഹരണത്തിന് ഈ മിനിമം ആയിട്ടുള്ള സൂപ്പർ ഫണ്ടിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് അറിയത്തില്ലെങ്കിൽ ചിലപ്പോൾ അവരത് ആ സൂപ്പർ ഫണ്ട് അവർ ഇൻവാലിഡ് ആക്കി കളയും. പിന്നെ നമുക്ക് ആ സൂപ്പർ ഫണ്ട് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ എപ്പോഴും ഫൈനാൻഷ്യൽ അഡ്വൈസ് എടുക്കുക. അപ്പോൾ അതേസമയം ATO വിളിക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ്, ഓക്കെ, ഫൈനാൻഷ്യൽ അഡ്വൈസ് എടുത്തിരുന്നു, ഇന്ന ആളുടെ അടുത്താണ് എടുത്തിരുന്നത് എന്ന് പറയുവാണെങ്കിൽ ദേ വിൽ നോ, ഓക്കെ, നിങ്ങൾക്ക് നോളജ് ഉണ്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഉണ്ട്, എഡ്യൂക്കേറ്റഡ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ
അവരത് ആ സൂപ്പർ ഫണ്ട് കംപ്ലൈങ് ആക്കി തരും. വൺസ് സൂപ്പർ ഫണ്ട് ഓതറൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ SMSF അറിയാം, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ റിട്ടയർമെന്റ് ഫണ്ടാണ്. അപ്പം നമ്മൾ നന്നായിട്ട് അത് മാനേജ് ചെയ്യണം. അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അടുത്തത് ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി നമ്മൾ ഫിക്സ് ചെയ്യണം. ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും പല രീതിയിലാണ്. ഓരോരുത്തരുടെയും സിറ്റുവേഷനും ഓരോരുത്തരുടെയും നോളജും അനുസരിച്ചാണ്. ചില ആൾക്കാർ ഷെയർസ്, ഇന്റർനാഷണൽ ഷെയർസ് എടുക്കുന്നവരുണ്ട്. ചിലർ ഞാൻ നേരത്തെ പറഞ്ഞ് ഗോൾഡ് മാത്രം എടുക്കുന്നവരുണ്ട്. ചിലർ പ്രോപ്പർട്ടി, ചിലർ മിക്സ് ഉണ്ട്. ഡിപ്പെൻസ്. അത് ഓരോ ആൾക്കാരും ഓരോരുത്തരുടെയും നോളജും അവരവരുടെ റിട്ടേൺ എത്ര വേണം അതനുസരിച്ചുള്ള രീതിയിലാണ് അത് ചെയ്യുന്നത്. പിന്നെ സ്ട്രക്ചർ ഒരെണ്ണം വേണം. ഒരു ട്രസ്റ്റ് ഡീഡും അതിനൊരു ട്രസ്റ്റിയും വേണം. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങളൊരു എക്സ്പേർട്സിന്, അതായത് അക്കൗണ്ടൻസ് ആണ് അത് ചെയ്യുന്നത്. അപ്പോൾ അവരെ സമീപിച്ച് അത് പ്രോപ്പറായിട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ സൂപ്പർ ഫണ്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് പ്രാക്ടിക്കൽ സ്റ്റെപ്സ് ആണ് അടുത്ത ഈ സ്ലൈഡിൽ ഞാൻ പറയുന്നത്. ആദ്യമായിട്ട് വേണ്ട നമുക്ക് കുറച്ച് ബേസിക് ഡോക്യുമെന്റ്സ് ആണ്. ഒന്ന്, ഈ സൂപ്പർ ഫണ്ടിന്റെ മെമ്പേഴ്സ്. സൂപ്പർ ഫണ്ടിന്റെ മെമ്പേഴ്സ് പറഞ്ഞാൽ ഞാൻ രണ്ടുപേരെയാണ് ഇപ്പോൾ തൽക്കാലം ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അതിൻ്റെ മെമ്പേഴ്സ്. അതുപോലെ തന്നെ ഈ ട്രസ്റ്റി കമ്പനിയുടെ ഡയറക്ടറായിട്ട് ഇരിക്കുന്നതും അവർ രണ്ടുപേരും തന്നെയായിരിക്കും. അത് മസ്റ്റായിട്ട് റൂളാണ്. അല്ലാതെ ഒരാൾക്ക് തന്നെ ട്രസ്റ്റി കമ്പനിയുടെ ഡയറക്ടറായിട്ട് വരാൻ പറ്റത്തില്ല. കാരണം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കൺട്രോളിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അല്ലെങ്കിൽ ഒരാൾ തന്നെ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നുള്ള ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ആസ് പെർ ലോ അത് മസ്റ്റായിട്ടും ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ അവർ തന്നെ ഡയറക്ടേഴ്സും ആയിരിക്കണം ആ ട്രസ്റ്റിയുടെ. അപ്പം മിനിമം ഡോക്യുമെന്റ്സ് തുടക്കത്തിൽ വേണ്ടത് നമ്മുടെ പാസ്പോർട്ട്, ID ഡോക്യുമെന്റേഷൻ, ടാക്സ് ഫയൽ നമ്പർ, ഡ്രൈവിംഗ് ലൈസൻസ്, പിന്നെ ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ. അതൊരു 2 വർഷമായുള്ള പുതിയൊരു റൂളാണ്. നമുക്കറിയാം, എല്ലാ ബിസിനസ് ചെയ്യുന്നവർക്കും ഇത് അറിയാവുന്ന ഒരു റൂളാണ്. അതായത് നമ്മളൊരു കമ്പനി ഫോം ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഡയറക്ടേഴ്സ് ആയിട്ട് ഇരിക്കണമെങ്കിൽ അവർക്ക് ഡയറക്ടേഴ്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ വേണം. അത് നേരത്തെ ഡയറക്ടേഴ്സിന്റെ ഒത്തിരി ഫ്രോഡൊക്കെ നടന്നിരുന്നു ഇവിടെ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അവർ ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ ചോദിക്കുന്നത്. അത് നമുക്ക് ഓൺലൈനായിട്ട് വളരെ പെട്ടെന്ന് എടുക്കാവുന്ന ഒരു നമ്പറാണ്. TFN പോലെ തന്നെ അത് ലൈഫ് ലോങ് ആണ്. പിന്നെ വേണ്ടത് പ്രീവിയസ് ഇയറിലെ സൂപ്പർ ആനുവേഷൻ സ്റ്റേറ്റ്മെന്റ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഡിഫോൾട്ട് സൂപ്പർ ഫണ്ടിലുള്ള സ്റ്റേറ്റ്മെന്റ്. അത് നിങ്ങളുടെ ബാലൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ അഡ്വൈസറുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. അത് ഓൺലൈൻ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ആയിരിക്കും. അത് ആഫ്റ്റർ അവേഴ്സും നമുക്കത് ചെയ്യാൻ പറ്റും. വർക്കിംഗ് ആയിട്ടുള്ളവർക്ക് കൺവീനിയൻസിന് വേണ്ടി ആഫ്റ്റർ അവേഴ്സും ചെയ്യാൻ പറ്റും, അപ് ടു 8 o'clock വരെ. അപ്പോൾ അവിടെ വെച്ചും ഫൈനാൻഷ്യൽ അഡ്വൈസറിനോട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വൈ, വാട്ട്, വെയർ ആൻഡ് ഓൾ ദാറ്റ് ക്വസ്റ്റ്യൻസ്. ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയെ കുറിച്ച്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രോപ്പർട്ടി എവിടെ വാങ്ങിക്കണം, എങ്ങനെ വാങ്ങിക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റത്തില്ല. പക്ഷേ എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് റൺ ചെയ്തില്ലെങ്കിൽ എന്താണ് ഇഷ്യൂസ്, അതിൻ്റെ റിസ്ക്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ ഫിനാൻഷ്യൽ അഡ്വൈസറിനോട് ചോദിക്കാൻ പറ്റും. പിന്നെ സൂപ്പർ ഫണ്ടിന് ഒരു നെയിമും അതിനൊരു ട്രസ്റ്റി കമ്പനിക്കും ഒരു പേര് വേണം. ആ ട്രസ്റ്റി കമ്പനി എന്ന് പറയുന്ന ഒരു യുണീക്ക് നെയിം ആയിരിക്കണം. ഓസ്ട്രേലിയയിൽ ഇതിനു മുമ്പ് രജിസ്റ്റർ ചെയ്യാത്ത ഒരു പേരായിരിക്കണം ട്രസ്റ്റി കമ്പനി. അതേസമയം സൂപ്പർ ഫണ്ടിന്റെ പേര് എന്തായാലും കുഴപ്പമില്ല. സാധാരണ കണ്ടുവരുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ പേരാണ് സൂപ്പർ ഫണ്ടിന് വെക്കാറുള്ളത്. അല്ലെങ്കിൽ എന്തെങ്കിലും പെക്യുലർ നെയിം ഉണ്ടെങ്കിൽ അതും വെക്കാം. പിന്നെ ഉള്ളത് സൂപ്പർ ഫണ്ട് ഡീഡ് അടുത്ത് നമ്മൾ ഫോം ചെയ്യുന്നു. അപ്പോൾ അതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ട്, ഡിപ്പെൻഡ്സ് ഓൺ ദ ലൊക്കേഷൻ. അപ്പം ചില ആൾക്ക് ഇപ്പോൾ ന്യൂ സൗത്ത് വെയിൽസിലാണെങ്കിൽ അതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ട്. അതേസമയം വിക്ടോറിയയിലാണെങ്കിൽ അതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇല്ല. ഓരോ സ്റ്റേറ്റിലും ഓരോ റൂൾസാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇല്ല. പിന്നെ അതിന് ABNും TFNും വേണം. A2യിൽ നമ്മൾ അപ്ലൈ ചെയ്ത് അതെടുക്കും. പിന്നെ അപ്പോൾ അതൊരു 2 weeks എടുക്കും അവർ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്കിങ് നടത്താനായിട്ട്. ആ സമയത്താണ് ഞാൻ പറഞ്ഞത് റാൻഡം ആയിട്ട് അവർ വിളിക്കാറുണ്ട് ഇതിൻ്റെ മെമ്പേഴ്സിനെ. അവർ വിളിച്ച് അവർ ഓക്കെ ആണെങ്കിൽ നമുക്ക് അവർ കംപ്ലൈൻറ്റ് സ്റ്റാറ്റസ് തരും. കംപ്ലൈൻറ്റ് സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ ഫണ്ട് ആക്റ്റീവായെന്ന് പറയാൻ പറ്റുള്ളൂ. അത് അങ്ങനെ ആക്റ്റീവായി കഴിഞ്ഞിട്ട് നമ്മൾ ഉടനെ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഈ ബാങ്ക് അക്കൗണ്ട് ഈ സൂപ്പർ ഫണ്ടിൻ്റെ മാത്രമായിരിക്കും, വേറെ ഒരു പർപ്പസിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല. വൺസ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ESA എന്ന് പറഞ്ഞൊരു ESA ഇലക്ട്രോണിക് സർവീസ് അഡ്രസ്. ഇതൊരു പുതിയ കൺസെപ്റ്റാണ്, ഏതാനും വർഷങ്ങളായിട്ടുള്ളൂ. ESA എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ESA. നമ്മൾ ഡിഫോൾട്ട് സൂപ്പർ ഫണ്ടിലാണെങ്കിൽ ESA ഉണ്ട്, അത് അവരാണ് മാനേജ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ അറിയുന്നില്ലെന്നുള്ളൂ. നമുക്ക് സൂപ്പർ ആനുവേഷൻ ഫണ്ടിൽ നമ്മൾ വർക്ക് പ്ലേസിൽ നിന്ന് നമ്മുടെ സൂപ്പർ ആനുവേഷൻ പ്രോപ്പറായിട്ട് ഓൺ ടൈമിൽ ഇടുന്നുണ്ട് എന്ന് A2Aക്ക് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമാണ് ഇലക്ട്രോണിക് സർവീസ് അഡ്രസ് എന്ന് പറയുന്നത്, ഇൻ ഷോർട്ട്. അപ്പോൾ അതും നമ്മുടെ സൂപ്പർ ഫണ്ടിന് വേണം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇനി ഫ്യൂച്ചറിൽ നമ്മൾ ഈ
വൺസ് നമ്മൾ SMSF ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എംപ്ലോയറിൽ നിന്ന് നമ്മൾ കൺട്രിബ്യൂഷൻ മേടിക്കുന്നത് നമ്മുടെ ഈ SMSF-ലേക്ക്. അപ്പം ATOയ്ക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ SMSF-ലേക്ക് വരുന്ന പൈസ അത് ഓൺ ഡേറ്റ് ആൻഡ് ഓൾസോ പ്രോപ്പർ എമൗണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അത് ESI മസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ്, വൺസ് ESI എടുത്ത് ബാങ്ക് അക്കൗണ്ട് എടുത്ത് ആ ഫണ്ട് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് റോൾ ഓവർ. റോൾ ഓവർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോം ഫില്ല് ചെയ്ത് ഇലക്ട്രോണിക്കോ അല്ലെങ്കിൽ മാനുവലോ ആയിരിക്കും, നമ്മുടെ ഇപ്പോഴത്തെ ഡിഫോൾട്ട് സൂപ്പർ ഫണ്ടിന് ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ആ പൈസ, നമ്മുടെ സൂപ്പർ ഫണ്ടിലെ പൈസ അത് റോൾ ഓവർ ചെയ്ത് നമ്മുടെ SMSF ഫണ്ടിലേക്ക് ഇടും. അപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടും. അത് നമ്മളൊരു സാധാരണ ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെയാണ്. അതിൻ്റെ മെമ്പേഴ്സിനാണ് അത് 100% അതോറിറ്റി. അത് സാധാരണ ബാങ്ക് അക്കൗണ്ട് പോലെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇൻ ആൻഡ് ഔട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓൺലൈൻ അക്കൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഏത് ബാങ്കിലും എല്ലാ ബാങ്കുകാർക്കും കൊണ്ട് അത് ചെയ്യാൻ പറ്റും. കൂടുതൽ ആൾക്കാരും മക്വാറിയും കൂടുതലായിട്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ സാധാരണ ഏത് ബാങ്കിലാണോ നിങ്ങൾക്ക് അക്കൗണ്ട് ഉള്ളത് അവിടെ അത് എടുക്കാൻ പറ്റും അക്കൗണ്ട്. അടുത്തത് നമ്മൾ ഇത് കൂടുതലും പ്രോപ്പർട്ടീനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് പ്രോപ്പർട്ടി വാങ്ങിക്കുന്നത് എന്ന ഒരു അടുത്ത സ്ട്രക്ചറിലേക്ക് വരികയാണ്. നമുക്കറിയാം വളരെ കുറച്ച് പേർക്കാണ്, ചിലപ്പോൾ 1ഉം 2ഉം പ്രോപ്പർട്ടിയൊക്കെ വാങ്ങിച്ച് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് SMSF-ൽ ലിക്വിഡ് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാനുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രോപ്പർട്ടി ഇപ്പോൾ 300-നെയൊക്കെ പ്രോപ്പർട്ടി വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് ഈ ബേ ട്രസ്റ്റിൻ ഈ പ്രോപ്പർട്ടിക്ക് വേണ്ടി ഒരു പ്രത്യേക സ്ട്രക്ചറിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ സൂപ്പർ ഫണ്ടിൽ തന്നെ വാങ്ങിക്കുക. ലോൺ എടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ മാത്രമാണ് ഈ ബേ ട്രസ്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത്. അല്ലെങ്കിൽ LRB എന്നാണ് കോമൺ നെയിം വരാറുണ്ട്. ഇപ്പോൾ ബേ ട്രസ്റ്റ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ലോൺ എടുത്ത് വാങ്ങിക്കുമ്പോൾ ഒരു സ്ട്രക്ചർ, എക്സ്ട്രാ സ്ട്രക്ചറാണിത്, ബേ ട്രസ്റ്റ് ആൻഡ് ബേ ട്രസ്റ്റി. ഇതെല്ലാം, അതായത് ലോൺ റീകോഴ്സ് ബോറോയിങ് അറേഞ്ച്മെന്റ് എന്നാണ് പറയുന്നത്, LRBA, ലെൻഡേഴ്സ് റീകോഴ്സ് ബോറോയിങ് അറേഞ്ച്മെന്റ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ SMSF നിങ്ങൾക്ക് അറിയായിരിക്കും, സൂപ്പർ ഫണ്ടിലെ പൈസയാണ് ഏറ്റവും സെക്യൂർഡ് ആയിട്ടിരിക്കുന്ന പൈസ ഓസ്ട്രേലിയയിൽ. ഇപ്പോൾ നമ്മൾ ഇൻസോൾവെന്റോ അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് നടത്തി എന്തെങ്കിലും പ്രശ്നമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ പൈസ, നമ്മുടെ പേഴ്സണൽ ഫണ്ട്സ് എല്ലാം ചിലപ്പോൾ ബാങ്കുകാരോ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സോ അല്ലെങ്കിൽ ലിക്വിഡേറ്റേഴ്സോ ഒക്കെ കൊണ്ടുപോകും. അതേസമയം അപ്പോഴും നമ്മുടെ സേഫ് ആയിട്ടിരിക്കുന്ന ഒരേ ഒരു പൈസയേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ ഫണ്ടിലുള്ള പൈസ. അതുകൊണ്ട് അത് ATOയുടെയും അത് ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ റൂൾസ് പ്രകാരം ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ള ഫണ്ടാണ്. കാരണം അത് പെൻഷൻ ഫണ്ട് ആയതുകൊണ്ട് ആ പൈസ മാത്രം വേറെ ആൾക്കാർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ LRB, അതായത് ഈ ലോൺ എടുക്കുമ്പോഴും ഈ ലോൺ കൊടുക്കുന്ന ബാങ്കേഴ്സിന് വളരെ കുറച്ച് ഓപ്ഷൻസേ ഉള്ളൂ. നമ്മൾ ഇൻ കേസ് ഇത് ലോൺ ഡിഫോൾട്ട് ആയി കഴിഞ്ഞാൽ അവർക്ക് പൈസ തിരിച്ചെടുക്കാനായിട്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉള്ളൂ. അതുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഈ സ്ട്രക്ചേഴ്സും കാര്യങ്ങളും എല്ലാം നമ്മളുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ബേ ട്രസ്റ്റും അതിനൊരു ട്രസ്റ്റിയും വേണം. ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ ബേ ട്രസ്റ്റിന്റെ പേരിലായിരിക്കും. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ലോൺ തരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഡിഫോൾട്ട് വരുവാണെങ്കിൽ അവർക്ക് ആ പ്രോപ്പർട്ടി വന്ന് നമുക്ക് അറ്റാച്ച് ചെയ്യാനും അല്ലെങ്കിൽ സെല്ല് ചെയ്ത് ആ പൈസ തിരിച്ചെടുക്കാനും പറ്റുള്ളൂ. ഇൻ കേസ് ആ പ്രോപ്പർട്ടി അതേസമയം അതൊരു സൂപ്പർ ഫണ്ടിൽ പേരാണെങ്കിൽ അവർക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ LRBA സ്ട്രക്ചർ വരുന്നത്. അതുപോലെ ഒരു ബേ ട്രസ്റ്റിന്റെ കീഴിൽ ഒരു പ്രോപ്പർട്ടി നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് 2 പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യണമെങ്കിൽ 2 ബേ ട്രസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ വേറൊരു കാര്യം, SMSF ലോണിൽ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം LVR, ലോൺ വാല്യൂ റേഷ്യോ. ഇപ്പം സാധാരണ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ നമുക്കത് 95% ഒക്കെ കിട്ടുന്നുണ്ട്. മെഡിക്കൽ അങ്ങനത്തെ കാറ്റഗറിയിലുള്ളവർക്ക് 95% വരെ ലോൺ കിട്ടാറുണ്ട്. അതേസമയം SMSF-ൽ സാധാരണ രീതിയിൽ 80% ആണ് വരുള്ളൂ. 80-ന്ന് പിന്നെ താഴേക്ക് 70, 60, 50 അങ്ങനെ. അതുപോലെ തന്നെ SMSF ലോൺസിൽ കൊടുക്കുന്ന ബാങ്കുകൾക്കനുസരിച്ച് ഓരോ സിറ്റികളിലും വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് മെൽബണിലെ LVR റേറ്റ് അല്ലായിരിക്കും ബലരാത്തിലുള്ളത്, കാരണം അത് ഇച്ചിരി റൂറലായിരുന്നു. അപ്പോൾ ചിലപ്പോൾ അവിടെ 70% കാണുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ലൊക്കേഷൻ അനുസരിച്ച് അത് മാറും. അതുപോലെ തന്നെ പ്രോപ്പർട്ടി ടൈപ്പ്, ഉദാഹരണത്തിന് യൂണിറ്റ്സ് ആണെങ്കിൽ ചിലപ്പോൾ LVR താഴെ ആയിരിക്കും അവർ തരിക. അതേസമയം ഇൻഡിവിജ്വൽ വീടാണെങ്കിൽ അത് 80% വരെ കിട്ടും. അപ്പോൾ അത് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ. പിന്നെ വേറൊരു കാര്യമുള്ളത്, SMSF ലോൺസ് അറിയാം കൂടുതലും സെക്കൻഡ് ഇയർ ബാങ്ക്സ് ആണ് തരുന്നത്. ഉദാഹരണത്തിന് ലിബർട്ടി, ഗ്രാനൈറ്റ്, ഫസ്റ്റ് മാക്, തിങ്ക് ടാങ്ക് അങ്ങനത്തെ ആൾക്കാരാണ്. പിന്നെ ഒരു സ്ലൈറ്റ്ലി ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് സാധാരണ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ലോണിനേക്കാൾ, വളരെ മൈന്യൂട്ടായിട്ട് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും.
നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എപ്പോഴും ഒരു പ്രീ അപ്രൂവൽ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യം അറിയാൻ പറ്റും എത്രയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എന്നുള്ളത്. കാരണം ഒരു സാധാരണ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെയല്ല. എപ്പോഴും പ്രീ അപ്രൂവൽ എടുക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ലോൺ ബ്രോക്കേഴ്സ്, നിങ്ങൾക്ക് ഉള്ള ആൾക്കാരോട് എത്രയും വേഗം കൺസൾട്ട് ചെയ്ത് അത് എത്രയും എടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ വൺസ് പ്രോപ്പർട്ടി കൺഫേം ആയി കഴിഞ്ഞാൽ ആ ബെയർ ട്രസ്റ്റ് അത് ഫൈനലൈസ് ചെയ്യുന്നു, അതിന്റെ കൺവൈൻസറിനെ എൻഗേജ് ചെയ്യുന്നു, പിന്നെ ഇൻസ്പെക്ഷൻ കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്യുന്നു. പിന്നെയുള്ളതെല്ലാം സാധാരണ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയുടെ പ്രോസസ്സിൽ തന്നെയാണ്. പിന്നെ പ്രോപ്പർട്ടി സെറ്റിൽമെന്റും ചെയ്യുന്നു. പിന്നെ ആ പ്രോപ്പർട്ടി ഒരു റെന്റൽ ഏജൻസിക്ക് കൊടുത്ത് റെന്റ് കളക്ട് ചെയ്യുന്നു. ആ റെന്റ് കളക്ട് ചെയ്യുന്ന പൈസ SMSFന്റെ അക്കൗണ്ടിലേക്കാണ് വരുന്നത്. നമ്മുടെ പേഴ്സണൽ പേരിൽ എടുക്കാൻ പറ്റത്തില്ല. ഇതാണ് ഒരു ലിമിറ്റഡ് റീകോഴ്സ് ബോറോയിങ് അറേഞ്ച്മെന്റിന്റെ ഒരു ഡയഗ്രമാണ്. ഇത് എനിക്ക് തോന്നുന്നത് ആൾക്കാർക്ക് അത് അറിഞ്ഞിരിക്കണം നിർബന്ധമില്ല. ഇത്രയേ ഉള്ളൂ. ലെൻഡറും അതിൻ്റെ അകത്തൊരു നടുക്കൊരു എക്സ്ട്രാ ഒരാളുണ്ട്. അതായത് ബെയർ ട്രസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ ബാങ്കുകാർക്ക് പൈസ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷന് വേണ്ടി ലീഗലി അവർ ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ഇത് ബെയർ ട്രസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ ടാക്സ് ടാലൻസ് ഹെൽപ്പ് ചെയ്യുന്ന ഏരിയാസ്, ഒന്ന് ഞാൻ പറയില്ല ഫൈനാൻഷ്യൽ അഡ്വൈസ് തരും, പിന്നെ SMSF സെറ്റപ്പ്, പിന്നെ ഡോക്യുമെന്റേഷൻ, ATOയുടെ ഡോക്യുമെന്റേഷൻ, TFN, ABN, പിന്നെ നിങ്ങളുടെ റോൾ ഓവറിന്റെ സമയത്ത് നിങ്ങൾക്ക് ഹെൽപ്പ് ആവശ്യം വന്നാൽ അത് നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. പക്ഷെ നിങ്ങൾ അത് സ്വന്തമായിട്ട് ചെയ്യേണ്ട ഒരു വർക്കാണ്. അതുപോലെ ബെയർ ട്രസ്റ്റ് ചെയ്യും. പിന്നെ ലോൺ അറേഞ്ച് ചെയ്യും, SMSF ലോൺസ്. പിന്നെ എല്ലാ വർഷവും നമ്മൾ ഈ SMSF നമ്മൾ ഓഡിറ്റ് ചെയ്യണം, അതിന് ടാക്സ് റിട്ടേൺ കൊടുക്കണം. അപ്പോൾ ഓഡിറ്റർ എപ്പോഴും ഒരു തേർഡ് പാർട്ടി ആയിരിക്കും. അത് അറേഞ്ച് ചെയ്യുന്നത് അക്കൗണ്ടൻസ് ആണ്. അപ്പോൾ അക്കൗണ്ടൻസിന്റെ റോൾ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻസ് തന്നെ അത് ഓഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട്. അപ്പം അക്കൗണ്ടൻസ് സാധാരണ ചെയ്യുന്നത് ടാക്സ് റിട്ടേണും ഫൈനാൻഷ്യൽസും ചെയ്തിട്ട് ഓഡിറ്റ് തേർഡ് പാർട്ടിയുടെ അടുത്ത് കൊടുക്കും. അപ്പോൾ അവർ ഓഡിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ സൂപ്പർ ഫണ്ട് റൂൾസിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അത് ATOയ്ക്ക് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ATOയിൽ നിന്ന് അത് ആക്ഷൻ എടുക്കും. അത് വളരെ സ്ട്രിക്റ്റ് ആണ്. നമ്മുടെ സാധാരണ ഇൻഡിവിജ്വൽ ടാക്സ് റിട്ടേണിനേക്കാളും ഒക്കെ വളരെ വളരെ സ്ട്രിക്റ്റ് ആണ്. എല്ലാ റിട്ടേൺസും അവർ സ്ക്രൂട്ടനൈസ് ചെയ്യും. അതുപോലെ ഓഡിറ്റർ എക്സ്ട്രാ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഓഡിറ്റർ നേരിട്ട് ATOയ്ക്ക് റിപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ടാക്സ് റിട്ടേൺ വഴി നമ്മളത് പറയും. അപ്പം അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ ആക്ഷൻ എടുക്കും. അപ്പം എന്താണ് ആക്ഷൻ, എന്താണ് കറക്ഷൻ? ചിലപ്പോൾ കറക്ഷൻ ആയിരിക്കും, ചിലപ്പോൾ പെനാൽറ്റി ആയിരിക്കും, ചിലപ്പോൾ വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ ഈവൻ SMSF വൈൻഡ് അപ്പ് ചെയ്യണമെന്ന് വരെ പറയാറുണ്ട്. അതാണ് അതിൻ്റെ വേഴ്സ്റ്റ് കേസ് സിനാരിയോ. പിന്നെ അതർ ആൻസിലറി സർവീസ്, ബയേഴ്സ് ഏജന്റ്, പിന്നെ ഡിപ്രിസിയേഷൻ റിപ്പോർട്ട്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി പോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഡിപ്രിസിയേഷൻ റിപ്പോർട്ട് വേണം. അതുപോലെ ഫ്യൂച്ചറിലേക്ക് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങും ആവശ്യം ഉണ്ടെങ്കിൽ അത് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു, സേ വിത്തിൻ 3-4 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ നമുക്ക് വേറൊരു പ്രോപ്പർട്ടി വാങ്ങിക്കണമെങ്കിൽ അതെങ്ങനെ അത് ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആ സമയത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഇത്. പിന്നെ ഇതിൽ ഞാൻ 2 സ്റ്റെപ്പ് കോസ്റ്റ് ആണ് ഇതിനുള്ളത്. ഒന്ന് നമ്മുടെ SMSF സെറ്റപ്പ് ചെയ്യാനായിട്ട്. അതിൻ്റെ അകത്ത് മെയിനായിട്ട് ഒരു SMSF ട്രസ്റ്റിയും അതിൻ്റെ ഒരു കോർപ്പറേറ്റ് ട്രസ്റ്റിയും പിന്നെ അതിൻ്റെ സ്റ്റാമ്പിങ്ങും കാര്യങ്ങളും. അതിന് ഏകദേശം വിത്ത് ഫിനാൻഷ്യൽ അഡ്വൈസ് ഞങ്ങൾ ചാർജ് ചെയ്യുന്നത് ഇറ്റ്സ് അറൌണ്ട് $3,000. ഇമ്പോർട്ടൻ്റ് അതിൻ്റെ അകത്ത് ഓൾ ട്രസ്റ്റ്, ASIC ഇൻകോർപ്പറേഷൻ ഫീസ്, TFN, ABN ആൻഡ് ഫൈനാൻഷ്യൽ അഡ്വൈസ് അത് കവേർഡ് ആണ്. അതുകൊണ്ടാണ് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ട് തോന്നുന്നത്. ഞാൻ ആദ്യം തന്നെ പറയുന്നത് 2 മെത്തേഡ് ഉണ്ട്, വിത്തൗട്ട് ഫൈനാൻഷ്യൽ അഡ്വൈസും വിത്ത് ഫൈനാൻഷ്യൽ അഡ്വൈസും. പിന്നെ ബൈയിങ് പ്രോപ്പർട്ടി, ആ സമയത്ത് ഒരു പ്രോപ്പർട്ടി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബെയർ ട്രസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊരു 2-3 months എന്തായാലും ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് അതിന് ഏകദേശം ഡിപ്പെൻഡ്സ് ഓൺ ദ ലെൻഡർ, $800 to $1,100 ആയിരിക്കും ആ ബെയർ ട്രസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള കോസ്റ്റ് വരുന്നത്. പിന്നെ ഇയർലി റണ്ണിങ് കോസ്റ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞു. ടാക്സ് റിട്ടേണും അക്കൗണ്ട് ഓഡിറ്റിങ്ങും വേണം. ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരു പ്രോപ്പർട്ടി മാത്രമേ ഉള്ളെങ്കിൽ, വേറെ അധികം ട്രാൻസാക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഏകദേശം വരുന്നത് ടാക്സ് റിട്ടേൺ, അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിംഗ് ഇതിന് ഏകദേശം $1,000, $1,100 ആണ്. പിന്നെ ASIC ഫീ ഉണ്ട്, അത് സ്റ്റാൻഡേർഡ് ഫീ $300 നമുക്കറിയാം. ഇപ്പോൾ 310 ആണ്. അത് ഓരോ വർഷവും ചെറിയ ഫീസ് കൂടും. അതാണ് ഒരു സ്റ്റാൻഡേർഡ് ഫീസ്. അത് ASICന് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഫീസാണ്. ഇനി എന്തെങ്കിലും എക്സ്പേർട്സിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും അഡ്വൈസ് എടുക്കുവാണെങ്കിൽ അതിന്റെ ഫീസ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ അതിന് ഡിപ്രിസിയേഷൻ റിപ്പോർട്ട് വേണം,
സോ അത് ബിറ്റ്വീൻ സേ 400 to 700 ആണ് അതിന്റെ ഫീസ്, ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രൊവൈഡർ. അപ്പോൾ അത് എത്രയാണോ അത് കൊടുക്കണം. അങ്ങനത്തെ ഫീസുകൾ എക്സ്ട്രാ വരും, വൺ ഓഫ്. ഇതൊരു ജനറൽ സ്ലൈഡാണ്. ഇത് ഞാൻ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒത്തിരി ആൾക്കാർ ടാക്സ് സേവ് ചെയ്യാനായിട്ട് ഇത് ഉപകരിക്കുന്ന ഒരു ഇതാണ്. അത് നമുക്കറിയാം, നമ്മുടെ കൺസെഷണൽ കൺട്രിബ്യൂഷൻ നമുക്ക് $30,000 ഒരു വർഷം ഉള്ളത്. എല്ലാ സോഴ്സിൽ നിന്നും, അതായത് നമ്മുടെ എംപ്ലോയറും നമ്മുടെ പ്രൈവറ്റ് സോഴ്സസിൽ നിന്നും എല്ലാം കൂടെ കൂടി നമുക്ക് ഒരു വർഷം ഇവിടെ നമ്മുടെ സൂപ്പർ ഫണ്ടിൽ ഒരാൾക്ക് ഇടാൻ പറ്റുന്നത് 30,000 ആണ്. അതിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെനാൽറ്റി ടാക്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇടുന്ന വർത്തില്ല. അപ്പോൾ ആ പൈസ നമ്മൾ സാധാരണ രീതിയിൽ ആൾക്കാർ ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്നത് അത് ജൂൺ 15, അതായത് ടാക്സ് ഇയർ ജൂൺ 30 തീരും. ആ ജൂൺ 15 ഇടാനായിട്ടാണ് പറയുന്നത്. കാരണം അതുവരെ ആ പൈസ നമുക്ക് നമ്മുടെ ഓഫ്സെറ്റ് അക്കൗണ്ടിലൊക്കെ ഇട്ട് നമുക്ക് അതിൻ്റെ കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ജൂൺ 15 ആകുമ്പോൾ അത് പൈസ നമ്മുടെ സൂപ്പർ ഫണ്ടിലേക്ക് ഇടുക. എന്നിട്ട് അതിനൊരു നോട്ടീസ് ഓഫ് ഇൻറ്റൻറ്റ് ഓഫ് ടു ക്ലെയിം എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് നമ്മുടെ സൂപ്പർ ഫണ്ടിൽ നിന്ന് നമ്മളത് വാങ്ങിച്ച് നമ്മൾ ടാക്സ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത്, പേഴ്സണൽ ടാക്സ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടാക്സ് ഏജൻറ്റിലേക്ക് കൊടുക്കുക. അവരത് ആ ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരു $10,000 നമുക്ക് സൂപ്പറിലേക്ക് ഇടാൻ പറ്റുവാണെങ്കിൽ, ആഫ്റ്റർ ടാക്സ് ഇടാൻ പറ്റുവാണെങ്കിൽ, നമുക്ക് സേ ഒരു $135,000 സാലറി ഉള്ള ഒരാളാണെങ്കിൽ അവരുടെ 135 എന്ന് പറയുമ്പോൾ 30% ടാക്സ് റേറ്റ് ആണ് വരുന്നത്. അപ്പോൾ $10,000 ഇടുവാണെങ്കിൽ നമുക്ക് $3,000 നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ $10,000 നമ്മുടെ സൂപ്പർ ഫണ്ടിൽ പോയി കിടക്കും. ആ സൂപ്പർ ഫണ്ട് അത് ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് അവിടെയും നമുക്ക് റിട്ടേൺസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് റെഗുലറായിട്ട്. അപ്പോൾ അവിടെയും നമ്മൾ അവിടെ ടാക്സ് വരുന്നുണ്ട്. അത് 15% ഉള്ളൂ, 15. ഇവിടെ നമ്മൾ 30% ആണ് കൊടുക്കുന്നത്. അപ്പോൾ അത് 50% ഡിഫറൻസ് ആണ് ഉള്ളത്. അതേസമയം ഒരു 150,000 സാലറി ഒരാളാണെങ്കിൽ 37% ആണ് ടാക്സ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ വേറെ ഒരു പുതിയ റൂൾസ് വന്നിരിക്കുന്നത്, നമ്മുടെ സൂപ്പർ ഫണ്ടിന്റെ ബാലൻസ് 500,000 താഴെയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ 3 വർഷത്തെ ക്യാരി ഫോർവേഡ് എന്തെങ്കിലും ഷോർട്ട് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ ഒത്തിരി ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ബെനിഫിഷ്യൽ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് നമ്മുടെ സൂപ്പർ ഫണ്ടിൽ 150 ഉള്ളെങ്കിൽ ഒന്ന് വിചാരിച്ചു എങ്കിൽ, നമുക്കൊരു 200 എത്തിക്കണമെങ്കിൽ നിങ്ങളെ പൈസ ഉണ്ടെങ്കിൽ ഈ 50,000 നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് 25 വെച്ച് നിങ്ങൾക്ക് ഇടാൻ പറ്റുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ആ വർഷത്തെ ടാക്സ് ഇയറിൽ കുറയുകയും ചെയ്യും. ടാക്സ് റിട്ടേൺ സമയത്ത് അത് അത്രയും സാലറിയിൽ നിന്ന് ആ ഇൻകം കുറയുകയും ചെയ്യും. അതേപോലെ തന്നെ നിങ്ങളുടെ സൂപ്പർ ഫണ്ട് ബാലൻസ് അത് കൂടുകയും ചെയ്യും. അപ്പോൾ ആ സൂപ്പർ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയും ചെയ്യും. ഉദാഹരണം, ഒരു പ്രോപ്പർട്ടി, അത് പ്രത്യേകിച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ നല്ല റിട്ടേൺ അല്ലെങ്കിൽ നന്നായിട്ട് ക്യാപിറ്റൽ ഗെയിൻസ് ഉള്ള സ്ഥലമാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറയുന്നത്, കഴിഞ്ഞ 3 വർഷത്തെ നമ്മുടെ അൺയൂസ്ഡ് കൺസെഷൻ കൺട്രിബ്യൂഷൻ നമുക്ക് അറിയണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്തതെന്നേ ഉള്ളൂ. നമ്മുടെ മൈഗവിൽ പോയിട്ട് സൂപ്പർ ആ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ സൂപ്പറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻഫോർമേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡ്രോപ്പ് ഡൗൺ വരും. ആ ഡ്രോപ്പ് ഡൗണിൽ ക്യാരി ഫോർവേഡ് കൺസെഷൻ കൺട്രിബ്യൂഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ഷോർട്ട് ഫോൾ എത്രയുണ്ട് എന്നുള്ളത്. ഷോർട്ട് ഫോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ വർഷം 30,000 ആയിരുന്നു. കഴിഞ്ഞ 3 വർഷമായി 27.5 വെച്ചായിരുന്നു നമുക്ക് മാക്സിമം കൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ സമയത്ത് സപ്പോസ് നമ്മുടെ ജോബിൽ നിന്ന് നമുക്ക് 17.5 ഇടാൻ പറ്റിയുണ്ടായിരുന്നുള്ളൂ, അതായത് നമ്മുടെ ഡിഫോൾട്ട് അത്രയായിരുന്നു ഉണ്ടായിരുന്നുള്ളെങ്കിൽ നമുക്ക് 10,000 എക്സ്ട്രാ ഉണ്ടായിരുന്നു ഓരോ വർഷം. അപ്പോൾ ആകെ 3 വർഷം എന്ന് പറയുമ്പോൾ അത് തന്നെ 30,000 ആയി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്ത് നമ്മുടെ ഇപ്പോഴത്തെ കറന്റ് സൂപ്പർ ഫണ്ട് നമുക്ക് ജാക്കപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ സൂപ്പർ ആനുവേഷൻ, ഞാൻ ടാക്സേഷൻ്റെ കാര്യം ഞാൻ ആദ്യം ഒന്നുകൂടി ഒന്ന് പറയുകയാണ്. പ്രത്യേകിച്ച് അത് റിട്ടയർമെന്റ് ഫേസിൽ 15% ആണ് നമ്മുടെ ടാക്സ് റേറ്റ് സൂപ്പർ ഫണ്ടിലേക്ക് വരുന്ന ഓരോ ഇൻകത്തിനും. അതേസമയം ക്യാപിറ്റൽ ഗെയിൻസ് ലോങ് ടേം ആണെങ്കിൽ അതിന് 10% ഉള്ളൂ. അതാണ് ഒരു വലിയ അഡ്വാൻറ്റേജ്. ഉദാഹരണത്തിന് പ്രോപ്പർട്ടി ഒക്കെ വാങ്ങിക്കുവാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ വാങ്ങിച്ചിട്ട് ഒരു 10 വർഷം കഴിയുമ്പോഴാണ് വിൽക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻസ് ആണ് കൂടുതൽ വരാൻ പോകുന്നത്. അപ്പോൾ അത് 10% ഉള്ളൂ നമുക്ക് ടാക്സ് റേറ്റ് അതിന്. പിന്നെ ഒരാൾക്ക് മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് 1.9 മില്യൺ ആണ് ഒരാൾക്ക്. അപ്പോൾ 2 പേരുള്ള ഒരു സൂപ്പർ ഫണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് 3.8 മില്യൺ വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പെൻഷൻ ഫണ്ടിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമുക്ക് പെൻഷന് സൂപ്പർ ആനുവേഷൻ നമുക്ക് എടുക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് നമുക്കത് കിട്ടും. ഇത്രയായിരുന്നു ഉള്ളത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്.
എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പം നമുക്ക് ഈ പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ മിനിമം ബാലൻസ് എത്ര കീപ്പ് ആക്കണമെന്നുണ്ടോ? ചില അത് ചില ലോൺ പ്രൊവൈഡേഴ്സിന്റെ റെസ്ട്രിക്ഷൻസ് ആണ്. ചില ബാങ്കുകൾ പറയും 10% കീപ്പ് ചെയ്യണം മിനിമം. ചില ബാങ്കുകാർക്ക് അത് കുഴപ്പമില്ല. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ പോകുന്നത്, അതായത് നിങ്ങൾ ലോൺ പ്രൊവൈഡറിനെ ചൂസ് ചെയ്യാം. ഓക്കെ. നമുക്കിതിൽ ഡിപ്രിഷിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ Yeah, ആന്റണി. yeah. അപ്പം ഈ ഡിപ്രിഷിയേഷൻ നമ്മൾ സാധാരണ നിലയ്ക്ക് ക്ലെയിം ചെയ്യുന്നത് നമ്മുടെ സാലറിയുടെ ലോസ് നിന്ന് നമുക്കത് എടുക്കാണോ ചെയ്യുന്നത്? ഇപ്പം ഇതിലിപ്പോൾ നമ്മൾ എങ്ങനെയാണ്, എന്തിൻ്റെ അഗേൻസ്റ്റാണ് നമ്മൾ ക്ലെയിം ചെയ്യുന്നത്? ഇതിന്റെ അകത്തുനിന്ന് ഇൻകത്തിൽ നിന്ന് നമ്മളെ കൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ, കൺട്രിബ്യൂഷൻ നമുക്ക് കുറയ്ക്കാം. അതായത് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറയും. സൂപ്പർ ഫണ്ടിന്റെ ഇൻകത്തിൽ നിന്ന് ഡിപ്രിസിയേഷൻ എമൗണ്ട് കുറയും. അതൊരു എക്സ്പെൻസ് ആയിട്ട് വരും. സൂപ്പർ ഫണ്ടിന്റെ ഇൻകം, ഇൻകം സൂപ്പർ വാടക കിട്ടുന്നത്, വാടക പ്രോപ്പർട്ടി ആണെങ്കിൽ വാടക കിട്ടുന്നത് ടാക്സ് അടയ്ക്കണില്ലല്ലോ. പക്ഷേ ടാക്സ് അടയ്ക്കണ്ടോ? ടാക്സ് അടയ്ക്കണം. 15% അടയ്ക്കണം. 15% അടയ്ക്കണ്ടോ? ഓക്കെ, അതിന് ഡിപ്രിഷൻ ചെയ്യാലോ. ഓക്കെ, അതിൽ നിന്നുള്ള ഒരു എക്സ്പെൻസ് ആയിട്ട് വരും ഡിപ്രിസിയേഷൻ. കറക്റ്റ്. ഓക്കെ. പിന്നെ ഈ ഗോൾഡ് മേടിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, ഗോൾഡ് ഇപ്പോൾ പ്രോപ്പർട്ടിയാണ് എങ്കിൽ പോലും ആരെങ്കിലും ഗോൾഡ് മേടിക്കുന്നുണ്ടെങ്കിൽ അവർ ഗോൾഡ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആർക്കാസിനോ കല്യാണത്തിന് പോയിട്ട് ഒരു ഗോൾഡ് മേടിച്ചാൽ അത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും, അതോ ഇറ്റ് ഹാസ് ടു ഗോ ത്രൂ സം അതർ പ്രോപ്പർ ചാനൽ? എന്താണ് അതിന്റെ പ്രോപ്പർ ചാനൽ എന്ന് പറഞ്ഞത്? ഓക്കെ. സാധാരണ ഇവിടെ ഞാൻ കണ്ടുവരുന്നത് ഓഡിറ്റ് ചെയ്യുമ്പോൾ കാണുന്ന സിറ്റുവേഷൻ രണ്ട് തരത്തിലാണ്. ഒന്ന് പേപ്പർ ഗോൾഡ് ഉണ്ടല്ലോ, പേപ്പർ സർട്ടിഫിക്കറ്റ്. അതല്ല, ചില ആൾക്കാർ ഈവൻ ഫിസിക്കൽ ഗോൾഡ് വോൾട്ടിൽ വെച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടുമാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അല്ലാണ്ട് സാധാരണമായി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ വോൾട്ടിലുള്ളത് നമുക്ക് പിന്നെ ഡോക്യുമെന്റ് കിട്ടും, അവിടെ മേടിച്ചു എന്നുള്ള ഇത് കിട്ടും. പിന്നെ ഇതിനും ഡോക്യുമെന്റ് കിട്ടും, വെറുതെ പേപ്പർ ഗോൾഡിനും കിട്ടും. പിന്നെ വെറുതെ ഇങ്ങനെ ആൾക്കാർ പോയി മേടിച്ചിട്ട് നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ വാങ്ങിക്കുമ്പോൾ അതിന് ഇൻവോയ്സ് ഉണ്ടല്ലോ. ഇൻവോയ്സ് ഉണ്ടാ മതിയില്ലേ? ആ ഇൻവോയ്സ് ഉണ്ട്. പിന്നെ എല്ലാ വർഷവും അത് വാല്യൂ ചെയ്യണം. അതായത് അത് ഓഡിറ്ററിന്റെ ഇതനുസരിച്ചാണ്. ഓഡിറ്റർ പറയുവാണ്, ഓഡിറ്ററിന് വിശ്വാസം ആയിരിക്കണം അത്. ഓക്കെ, ഇനിയാണ് ഇപ്പൊ ഞാനിവിടെ എൻ്റെ കയ്യിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ ഞാനിവിടെ വീട്ടിൽ വെച്ചിരിക്കുക, എൻ്റെ 1 കിലോ ഗോൾഡ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഓഡിറ്റർ പറയും നോ, ഐ വോണ്ട് എഗ്രി, യു ഹാവ് ടു ഗിവ് മീ എ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂവറിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ വാല്യൂവറിന് നമ്മളത് പ്രസന്റ് ചെയ്ത് അയാൾ അത് വാല്യൂ ചെയ്ത് ആ സർട്ടിഫിക്കറ്റ് വേണം ഓഡിറ്ററിന് കൊടുക്കാൻ. ഓക്കെ, താങ്ക് യു. ഇത് സുദീപാണ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ SMSF ഇപ്പോ നമ്മൾ പ്രോപ്പർട്ടി വാങ്ങി, ഇപ്പോ മേ ബി ഫ്യൂ ഇയേഴ്സ് ഡൗൺ ദ ലൈൻ നമ്മൾ സെറ്റിൽ ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താലും ആ ഫണ്ട് സൂപ്പറിൽ തന്നെ ലോക്ക്ഡ് ആയിരിക്കില്ലേ? ആ ഫണ്ട്സ് എങ്ങനെയെങ്കിലും നമുക്ക് ലിക്വിഡ് ആയിട്ട് യൂസ് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, ഓർ ഇസ് ഇറ്റ് ഓൾവേസ് സ്റ്റക്ക് ഇൻ സൂപ്പർ? No, it's always stuck in the super. That's a pension fund. You can't take it unless retirement age. ഓക്കെ, സൂപ്പർ ഈസ് ഓൺലി ഫോർ റിട്ടയറിംഗ് ആണ്. അപ്പോൾ അത് എടുക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് മറ്റേ ലിമിറ്റഡ് RBI ചെയ്യുന്നത്, ലിമിറ്റഡ് റിക്വസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ പെൻഷൻ ഫണ്ട് അങ്ങനെ തന്നെ അവസാനം വരെ കിട്ടണം. വേറെ നമ്മൾ പൊളിഞ്ഞു പോയാലും ജപ്തി ചെയ്യാൻ വരുമ്പോൾ അത് എടുക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അത് തൊടാൻ സമ്മതിക്കില്ല, എങ്ങനെയാണെന്ന് തൊടാൻ സമ്മതിക്കില്ല. നമ്മൾ ഓസ്ട്രേലിയയിൽ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദ മോസ്റ്റ് സെക്യൂർഡ് അസറ്റ് എന്ന്. ദിസ് ഈസ് ദ മോസ്റ്റ് സെക്യൂർഡ് അസറ്റ്, സൂപ്പർ ഫണ്ട്. അതിലും സെക്യൂർഡ് ആയിട്ടുള്ള അസറ്റ് ഇല്ല ഓസ്ട്രേലിയ. ആന്റണി, സതീഷ്, നമസ്കാരം. രാജേഷാണ്. നമ്മുടെ ഇപ്പോൾ ഒരു ഫസ്റ്റ് പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് നമുക്ക് അതിൽ ലിവറേജ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റും? സെക്കൻഡ് പ്രോപ്പർട്ടി ആയിട്ടോ അല്ലെങ്കിൽ ആ സെയിം ട്രസ്റ്റിലോ അല്ലെങ്കിൽ അങ്ങനെ? ഓക്കെ, ആ ലിവറേജ് ആ ക്വസ്റ്റ്യൻ എന്നുള്ളത് SMSF റൂൾസിന് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ലോൺ തരുന്ന ബാങ്കിന്റെ റൂൾസ് ഉണ്ടല്ലോ, പോളിസീസ് ആൻഡ് ഗൈഡ് ലൈൻസ്, അതനുസരിച്ച് ആ ബാങ്ക്സ് അങ്ങനെ ഒരു ഫെസിലിറ്റീനെ അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതായത് ഇക്വിറ്റി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെ, നമുക്കിപ്പോൾ ഒരു 100,000 അല്ലെങ്കിൽ 200,000 ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയിൽ നമ്മൾ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ വേറെ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കും. അപ്പോൾ ഈ 200,000 നമുക്ക് ഇവിടെ ആക്ച്വലി അത് നമ്മൾ ഹാപ്പിയാണ് അത് കൂടിയതിൽ. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഒരു 5 years ആഫ്റ്റർ അത് യൂസ് ഇല്ലല്ലോ എന്നുള്ള അതാ ചോദ്യം എൻ്റെ. ഒരു കാര്യം പറഞ്ഞിട്ട് സോറി അരുണി, ഇക്വിറ്റി ലോണ് SMSFിലെ പ്രൊവൈഡേഴ്സ് ആരും തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. വളരെ ഇനി അത് എന്താ വെച്ചാൽ പോളിസി മാറി വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഓരോ പ്രൊവൈഡേഴ്സിനും ഓരോ പോളിസീസ് ആണല്ലോ. പക്ഷേ ടെക്നിക്കലി ലീഗലി എടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ലോൺ തന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പ്രൊവൈഡേഴ്സിന്റെ റൂൾസും കൂടെ അനുസരിച്ചിരിക്കും.
ഓക്കെ, താങ്ക് യു. വേറെ ഒരു കാര്യം ഞാനിപ്പോൾ കേട്ടത് കേട്ടില്ല, ഒരു ഇതിൽ ഞാൻ കേട്ടതാണ്, സെമിനാറിൽ കേട്ടതാണ്. ഈ ക്യാൻ സെൽ ദ പ്രോപ്പർട്ടി. അതായത് ഇപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ, നമുക്ക് ഒരു പ്രോപ്പർട്ടി ഉള്ളൂ എന്ന് വിചാരിച്ചോ, ഒരു പ്രോപ്പർട്ടി ഉള്ളൂ, അത് ഇരിക്കുന്നത് അതിലിപ്പോൾ 500 മേടിച്ചത് 800 ആയി എന്ന് വിചാരിച്ചോ. അപ്പം അതിന് അവിടെ ഗ്രോത്ത് ഉണ്ടാവില്ല അല്ലെങ്കിൽ തോന്നുകയാണെങ്കിൽ അത് എടുത്ത് വിറ്റിട്ട് നമ്മൾ പെർത്തിൽ ചെയ്ത മാതിരി തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് വേണമെങ്കിൽ ചെയ്യാം, വിറ്റിട്ട് ചെയ്യാം. ഓക്കെ, വിറ്റിട്ട് ചെയ്യാം, വിൽക്കാൻ വേണമെങ്കിൽ. പക്ഷേ നമുക്ക് എടുക്കാൻ ഡിപ്പെൻസ് അപ്പോൺ ദ ബാങ്ക് സമ്മതിക്കില്ലായിരിക്കും, പക്ഷേ നമുക്ക് വിൽക്കാൻ പറ്റും ഡെഫിനറ്റ്ലി, അല്ലേ? അതെ, നമുക്ക് വിറ്റിട്ട് നമുക്ക് വേറെ പ്രോപ്പർട്ടി വാങ്ങിക്കാമല്ലോ. ഓഫ് കോഴ്സ് there is cost for selling, cost for buying also, അതൊക്കെ നോക്കിയിട്ട് വേണം. അതൊരു മച്യൂർ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആണെങ്കിൽ നമ്മൾ ആ പ്രോപ്പർട്ടി കൂടുതൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അത് വിൽക്കാന്നുള്ള. ഓക്കെ ആൻ്റണി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെയിം നമ്മുടെ ആ ബേ ട്രസ്റ്റിന് യൂസ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ പുതിയ ബേ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും? ഓരോ പ്രോപ്പർട്ടിക്ക് ഓരോ ബേ ട്രസ്റ്റ് മസ്റ്റ് ബൈ റൂൾ. ഓക്കെ. ഓക്കെ. സോ വൺസ് നമ്മൾ അത് പ്രോപ്പർട്ടി സെല് ചെയ്ത് കഴിഞ്ഞാൽ ആ ബേ ട്രസ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പോൾ അത് ക്ലോസ് ചെയ്യും. പിന്നെ നമ്മുടെ സൂപ്പർ അന്വേഷണന്റെ അണ്ടറിൽ ഇനിയൊരു ബേ ട്രസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യും. അപ്പോൾ കറക്റ്റ്. ഓക്കെ, താങ്ക്സ്. ഓരോ പ്രോപ്പർട്ടിക്ക് ഓരോ ബേ ട്രസ്റ്റ്, അതും അങ്ങോട്ടും ഇങ്ങോട്ടും ജപ്തി ചെയ്യാൻ പറ്റില്ല, അല്ലേ? ഇൻ കേസ് അതെ. അതും ലിമിറ്റഡ് LRB തന്നെയാണല്ലോ. Good evening, Anthony. This is Senthil. Yeah. Just a question comparing this investment property versus investing in the equity market. What is the advantage of investing in the property? You're talking about SMS of investment or SMS of investing or your default super fund investing? SMF investing as well. Okay. SMS of investing, you can leverage is the big advantage. If you suppose you got 200,000 in SMSF, but you can take another loan of 400,000 and you can invest in a 600,000 asset, and then you can get the benefit. What benefit? The increase will be on the 600,000. If suppose you got 200,000, you invest in 200,000 asset, say 20%, say 10% gain. So your gain is only 20,000, right? Yeah. But if you invest with a leverage, Yes. 600,000, and you are saying 10% gain, that is 60,000. Correct. So that profit is 40,000 increase, just because you are using an SMSF and leverage. Correct. That's perfect. Yeah, your example is right. What is the ultimate benefit? Because you are repaying the loan, you are paying interest. If you add everything, what's the benefit of using Superfund? Is the assumption, if you are going a property, is it will go faster than equity market or a long-term investment return of a default super fund. So if you believe in property, then only you should invest. That's what I said in the beginning also, the one of the consideration. It depends on a individual's perspective. Suppose if I'm saying, say, I am a firm believer in gold because of the geopolitical issues now. And the history also saying it is right. The price of a gold is, as you know, is multiplied like anything. So that depends. But some people say no, property. So if I say, okay, 3 years before, if I invested in Perth, it's almost 50%, 60% gain in 3 years. Correct. So it depends on the perspective of one person. That part, you had to do some, I think, some homework. So also see, this question is irrespective of SMSF. Should I go and invest in share market or should I go and invest in property? So this is a general thing, not only SMSF. Okay, so why people are investing in property? The first thing, as Anthony said, leverage. Okay, if you have $100,000 to invest, you are borrowing 400,000 and making it 500,000 investment. Okay, so in 10 years time, if that grows, okay, the history shows that it grows in a 7% compounding. Okay, and 7% compounding is not for $100,000. 7% compounding is $500,000 compounding, which means in 10 years time, your normal $100,000, if you are putting it in any other investment, will become $200,000. But if it's a property, in 10 years time, that will become $1 million. Okay, so there's a difference of $800,000 over there. If you go normal, and of course, property has much more, and gold also has much more resilience, and it is compared to share market, it is lesser risk.
even if you are talking about risk, okay, buying in Perth is probably riskier, buying in Townsville probably riskier than Melbourne, but it's still much less riskier than any share market Okay. investments. It's much safer to wiser investment. Okay. Exactly. Thank you. Thank you. And the average, if you're against inflation, if you're talking about if I borrow like $1 million, okay, $1 million like 10 years ago, and the payment, for example, okay, the property cost in Melbourne in 1970 was around $29,000. So if I could borrow in 1970s, I could borrow $1 million and purchase, like 30 properties. 30 properties at that time. And now it is like every property here, it is like minimum $1 million or $800,000. It's all because of the inflation, mainly inflation. If you are borrowing right now $1 million, after 10 years time, that $1 million value is actually coming down, like because of inflation. Yes. Just keep, if the current inflation is 5%, for example, okay, it's not 5%. If it is 5%, you have $100,000 cash. Next year, the value of that $100,000 is only $95,000 because that inflation is affected that $100,000. Yeah. Perfect. Thank you. So I want to show you. So please, any more questions? So I said a very quick question. Anthony, നമ്മളൊരു property മേടിച്ചിട്ട്, so then we keep a bit of funds for the running cost. അതിനുശേഷം നമുക്ക് കുറച്ച് ഫണ്ട്സ് ഉണ്ട്, but not enough to buy another property. ആ ഫണ്ട്സ് നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ട്സിൽ വല്ലതും ഇടാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇടാം. Okay. So you have to open a brokerage account and then in the name of the super fund and then put it in. Okay. Thank you. വേറെ പല ഓപ്ഷൻസ് ആൾക്കാർ പറയുന്നത്, ഈവൻ വെറുതെ ഒരു ആന്റിക് വൈൻ, പലതിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ്മെന്റ് ആസ് യൂഷ്വൽ ലൈക്ക് എനി അതർ ഇൻവെസ്റ്റ്മെന്റ്. വൈൻ പറയില്ലേ ആൾക്കാർ, മേടിച്ച് വെച്ചിട്ട് വില കൂടി എന്നൊക്കെ പറയില്ലേ, അതേമാതിരി തന്നെ പെയിന്റിങ് മേടിച്ച് വെക്കാം, എല്ലാം മേടിച്ച് വെക്കാം. പക്ഷെ അതിനൊക്കെ റിസ്ക് ഉണ്ട്. നമ്മൾ ചെയ്യുമ്പോഴേ പല റിസ്കുകളുണ്ട്. എന്ത് നമുക്ക് മേടിക്കാം. ഇറ്റ് ഹാസ് ടു ബി ലെജിറ്റിമേറ്റ് ആയിരിക്കണം. നമുക്ക് ആളെ പറ്റിക്കാനൊന്നും പറ്റില്ല. ദിസ് ഓഡിറ്റിംഗ് ഇസ് ദേർ, ആസ് Anthony said, we have to show that we have done the right thing. Any other questions on SMSF? ജസ്റ്റ് ഒരു കാര്യം കൂടെ എനിക്കൊന്ന് നമ്മുടെ ആൾക്കാർ കൂടുതൽ അവെയർ ആകാൻ വേണ്ടിയിട്ട്, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന, പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാനുള്ള ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റിട്ടയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപകരിക്കാനാണല്ലോ. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, നമ്മൾ റണ്ണിങ്ങിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിന് നമ്മൾ ടാക്സ് കൊടുക്കുന്നു. ആ ടാക്സ് എന്ന് പറയുന്നത് ഹൈ ടാക്സ് ആണ്. ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന 100,000 സാലറി ഒരാൾക്ക് 30% വെച്ച് മിനിമം കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ 100,000 പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ, $100 ഉണ്ടാക്കിയാൽ അത് $30 ടാക്സ് കൊടുത്ത് ബാക്കി 70 ഉള്ളൂ. പിന്നെ ആ 70 ആണ് പിന്നെ നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതിന് പിന്നെയും ടാക്സ് കൊടുക്കുകയാണ്. അങ്ങനെ അത് കൊടുത്ത് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതേസമയം ആ പൈസ എന്തായാലും ഇത് നമ്മുടെ പെൻഷൻ സ്റ്റേജിലാണ് ഉപകരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, why can't we put maximum money in the super fund and invest? ബിക്കോസ് അവിടെയാണെങ്കിൽ നമ്മുടെ ടാക്സ് പെർസെൻറ്റേജ് 15% ഉള്ളൂ. പിന്നെ ഈ റിട്ടയർമെന്റ് സമയത്താണെങ്കിൽ ഇറ്റ് ഈസ് ടാക്സ് ഫ്രീ. വേറാസ് നമ്മളൊരു പേഴ്സണൽ ലെവലിൽ അസറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എത്ര 90 വയസ്സാകുമ്പോൾ വിറ്റാലും വി ഹാവ് ടു പേ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്. ദർ ഇസ് നോ എക്സ്ക്യൂസ്. അത് ഞാനൊക്കെ ഇനി മേടിക്കുന്ന എല്ലാ പ്രോപ്പർട്ടിയും SMSF മേടിച്ചാൽ കുഴപ്പം, നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ, ഓക്കെ, ഐ എം പ്ലാനിങ് നോട്ട് ടു സെൽ ഫോർ ദ നെക്സ്റ്റ് 20-30 years, it should be better to buy in SMSF itself. Because those who are seriously thinking above 45-50, there is no point outside. It should be in the super. It should be in SMSF. വെറുതെ പുറത്ത് പഠിച്ചാൽ ഒരു കാര്യമില്ല. കാരണം അത് ക്യാപിറ്റൽ ഗെയിൻസ് അടക്കേണ്ടി വരും. പിന്നെ നമുക്കിപ്പോൾ കോൺട്രിബ്യൂഷൻ ചെയ്യാം. നമ്മൾ സേവിങ്സ് പറഞ്ഞിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്നതിന് പകരം ഇപ്പൊ തന്നെ ഈ പറഞ്ഞ മാതിരി നമുക്ക് 30,000 കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ 30,000 ടാക്സും സേവ് ചെയ്യാം. പിന്നെ അൾട്ടിമേറ്റ്ലി നമ്മൾ വിൽക്കുന്ന സമയത്ത് അതിന്റെ 50% അടയ്ക്കും വേണ്ടോ? അല്ലേ? വിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ 500 പ്രോപ്പർട്ടി മേടിച്ചു, നമുക്ക് 1 million വിറ്റു. ഓക്കെ,
ഞാൻ അറ്റ് ദ ഏജ് ഓഫ് 70 ഐം സെല്ലിംഗ് ഇറ്റ് ഫോർ 1 million 500 ക്യാപിറ്റൽ ഗ്രോത്ത് കിട്ടി. അപ്പോൾ അതിന്റെ എത്ര അടയ്ക്കണം? ഒന്നും അടയ്ക്കണ്ട, ഇറ്റ് ഇസ് കംപ്ലീറ്റ് ടാക്സ് ഫ്രീ. അത് കംപ്ലീറ്റ് ടാക്സ് ഫ്രീ ആണ്. ഈ 15% അപ്പോൾ ലാസ്റ്റ് അടയ്ക്കുന്നത് 15% എന്തിന്റെയാണ്? വിത്തിൻ ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് വിത്തിൻ ദ പെൻഷൻ ഏജ്. വിത്തിൻ പെൻഷൻ ഏജ് ആണെങ്കിൽ മാത്രം 15%. ഓക്കെ. പെൻഷൻ 67 കഴിഞ്ഞാൽ പിന്നെ ഒന്നും അടയ്ക്കണ്ട. 67 വരെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ. അല്ല, അല്ലെങ്കിലും അതും അങ്ങനെയാണല്ലോ, സൂപ്പർ ഫണ്ടും അങ്ങനെ തന്നെയാണല്ലോ, നമുക്ക് അത് കഴിഞ്ഞാലേ കിട്ടുള്ളൂ. But I want to show you few properties, like first of all, എത്ര രൂപ വേണം മിനിമം എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് പണ്ട് ഒരു അക്കൗണ്ടിന് പറഞ്ഞു 300,000 വേണമെന്ന് പറഞ്ഞു. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഐ ഡിഡ് അതൊന്ന് നമ്മൾ 300 എന്നുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്ത് കുറേ സമയം കളഞ്ഞു. അപ്പോൾ അന്ന് നമ്മുടെ ആകെ 100,000 ഉള്ളൂ. അപ്പം അത് ഞാൻ അന്ന് തന്നെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എനിക്ക് അറിയില്ല. 10 കൊല്ലം മുമ്പത്തെ കാര്യം പറഞ്ഞിട്ട് 12 കൊല്ലം മുമ്പത്തെ പറഞ്ഞത്. അപ്പം ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റും. അതിന് ഞാൻ വാങ്ങിയ ആൾക്കാരുണ്ട്, ആ സമയത്ത് വാങ്ങിയ ആൾക്കാരുണ്ട്. അന്ന് കുറച്ചുകൂടി ലോൺ കുറച്ചുകൂടി ഈസി ആയിരുന്നു തോന്നും. അപ്പോൾ യു ഷുഡ് നോ ദാറ്റ് ദർ ആർ പ്രോപ്പർട്ടീസ് അവൈലബിൾ ഫോർ $250,000. ഓക്കെ, $250,000 $400 പെർ വീക്ക്. കാണാൻ പറ്റുന്നു, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാം. അപ്പോൾ അതുണ്ട്. ഓക്കെ, പക്ഷെ ചില സ്ഥലത്തൊക്കെ ഈ പറഞ്ഞ മാതിരി LVR കൂടുതലായിരിക്കും. എങ്കിൽ പോലും അത് നമുക്ക് അച്ചീവ് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി മേടിച്ചിടാം. ബിക്കോസ് ഇഫ് യു ക്യാൻ ലിവറേജ് ഇറ്റ്. ലിവറേജ് ഈസ് എ 7th വണ്ടർ എന്ന് പറയുന്നത്, ഓർ 8th വണ്ടർ എന്നാ പറയുന്നത്. ലിവറേജ് ഈസ് ദ ബെസ്റ്റ് തിങ് യു ഷുഡ് യൂട്ടിലൈസ്. ചില ഇൻവെസ്റ്റേഴ്സ് ദേ വിൽ നോട്ട് ഈവൻ പേ എ $1 ബാക്ക്. ലോൺ മേടിച്ച് നിൽക്കും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം 1975 എനിക്ക് $1 million കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ആ 1 million ഒരു വാല്യൂ ഇല്ല. ഓക്കെ, അന്ന് ഒരു വീടിൻ്റെ വില $30,000 ആണ്. അന്ന് $30,000 എനിക്ക് തന്നു, ഞാൻ 30,000 എടുത്തു വെച്ചു, ക്യാഷായിട്ട് എടുത്തു വെച്ചാൽ ഇന്ന് 30,000 ഒരു വിലയില്ല. ആ 30,000 ഒരു പ്രോപ്പർട്ടി വാങ്ങിയിരുന്നെങ്കിൽ ആ 30,000 അതിൻ്റെ അത് 1 million ആവും ആ പ്രോപ്പർട്ടി. ഇപ്പോൾ ക്യാഷിനൊരു വാല്യൂ ഇല്ല ബിക്കോസ് ഓഫ് ഇൻഫ്ലേഷൻ. അപ്പോൾ അതുകൊണ്ട് ലിവറേജ് ചെയ്യുക, മാക്സിമം കട്ടെടുക്കുക, എന്നിട്ട് പിന്നെ ഒന്നും ചെയ്യാണ്ടിരിക്കുക. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ആ മേടിച്ച സാധനങ്ങളൊക്കെ വില കൂടി കയറാൻ അന്ന് ഏതെങ്കിലും ഒരു 2 പ്രോപ്പർട്ടി മേടിച്ച് ഒരു പ്രോപ്പർട്ടി വിറ്റാൽ തന്നെ നമുക്ക് ഈ ലോൺ അടച്ച് തീർക്കാൻ പറ്റും. ഇപ്പോൾ 249,000 പ്രോപ്പർട്ടി ഉണ്ട്. 200,000 കോമയാണ്. 200,000 വേറെ പ്രോപ്പർട്ടി ആണ്. 330 പെർ വീക്കാണ്. ഇതൊക്കെ റീജിയണൽ ഏരിയസ് ആണ്. നോട്ട് എ ബാഡ് ടൗൺ. ഒക്കെ ഇത് ഗ്ലാഡ്സ്റ്റൺ ആണ്. ഇതൊക്കെ 380 പെർ വീക്ക്, $260,000, $216,000, 340 പെർ വീക്ക്. അപ്പോൾ ഇതൊക്കെ അവൈലബിൾ ആണ്. ഇങ്ങനത്തെ ഒക്കെ പോസിബിലിറ്റി ഉണ്ട് എന്ന് പറയുകയാണെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ നമ്പർ ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം നിങ്ങളുടെ കയ്യിൽ $160,000 ആണ് ഉള്ളതെങ്കിൽ, അപ്പോൾ ഡെപ്പോസിറ്റ് ഫോർ പ്രോപ്പർട്ടി ഒരു 100K, അത് രണ്ടുപേരും കൂടിയിട്ട് 160K. ഇനിയിപ്പോൾ രണ്ടുപേരും 160K ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 4 പേര് കൂടിയിട്ട് ചെയ്യാം അല്ലേ? അങ്ങനെ 6 പേര് കൂടി ചെയ്യാം. അപ്പോൾ 6 പേര് വരെ 6 പേര് കൂടി ചെയ്യാം. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 6 തെലുങ്കന്മാർ നമ്മുടെ തോന്നിയായിരിക്കാം ഇതേമാതിരി. ദേ ഓൾ 3 ബെസ്റ്റ് ഫ്രണ്ട്സ്, അവർ കപ്പിൾസ് കൂടി ജോയിൻ ചെയ്തിട്ട് എല്ലാവരും കൂടിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് 100K ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ളത് അവരുടെ അവിടെ തന്നെ ഉണ്ടാവും. സൂപ്പറാനാഷണലിലേക്ക് എടുക്കും, അവരുടെ ഇൻഡസ്ട്രി സൂപ്പർ ഫണ്ടിൽ എടുക്കും. എല്ലാവരും 100K ഇട്ടിട്ട് അവർ 300K ആയിട്ട് വന്നിട്ടായിരുന്നു. അത് പോസിബിളാണ്. അതിൻ്റെ റിസ്ക്കും എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. അത് അതിൻ്റെ ഇതൊക്കെ ട്രസ്റ്റിൽ ഡീറ്റെയിൽ ഉണ്ടാവും. അതിൻ്റെ അങ്ങോട്ടും റിസ്ക് ഉണ്ടാവില്ല. കാരണം ഇതൊരു അല്ലെങ്കിൽ തന്നെ എല്ലാ അറബിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ജപ്തി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ ഉണ്ടെങ്കിൽ അവരായിട്ട് കമ്പയിൻ ചെയ്യാം. എന്നിട്ട് 100K ഡെപ്പോസിറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് സിഡ്നി, മെൽബൺ അങ്ങനെ സ്ഥലങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. അപ്പോൾ 500K പ്രോപ്പർട്ടി മേടിക്കാൻ പറ്റും. അതല്ല എങ്കിൽ പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും അങ്ങനെയൊക്കെ വേണമല്ലോ. ബൈസെൻസ് ഫീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് പോയാലും സെറ്റപ്പ് കോസ്റ്റ് ഉണ്ട് തരണം. ബഫർ ടു കീപ്പ്, എല്ലാവരും കുറച്ച് ബഫർ വയ്ക്കാൻ പറയാം SMS വരെപ്പോഴും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്ര ഇല്ല, 160 ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 112K ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു 250K പ്രോപ്പർട്ടി മേടിക്കാൻ പറ്റും. 112K മതി. നിങ്ങൾക്കൊരു 75K ഡെപ്പോസിറ്റ്. അപ്പോൾ ഒരു 30% LVRും 70% LVR, അത് 30% കൈ നിൽക്കണം. ഓക്കെ, അപ്പോൾ ഡെപ്പോസിറ്റ് ഒരു 75 നിങ്ങൾ കൈ നിൽക്കണം. ബാക്കി 175 ലോൺ കിട്ടും. സ്റ്റാമ്പ് ഡ്യൂട്ടി ഒരു $7,000, ഇപ്പോൾ ക്യൂൻസിലാണെങ്കിൽ $7,000 വരും. ബൈസെൻസ് ഫീസും സെറ്റപ്പ് കോസ്റ്റൊക്കെ കൂടിയിട്ട് ഒരു 20K. ബഫർ ടു കീപ്പ് ഇൻ SMSF 10K ആണെങ്കിൽ 112K ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി മേടിക്കാൻ പറ്റും. അപ്പോൾ ഇത് 10 കൊല്ലം കഴിയുമ്പോൾ ഈ 250K എന്നുള്ളത് 500K ആവും. നമ്മൾ അല്ലാതെ വെറുതെ അടച്ചടച്ച് പോവുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ ഈ 100 എന്നുള്ളത് 105, 110 അങ്ങനെയൊക്കെ വളരെ സ്ലോയിലാണ് കയറുന്നത്.
ഇപ്പോൾ അതാണ് ലിവറേജിൻ്റെ അഡ്വാൻറ്റേജ്. ഇത് ലിവറേജ് ചെയ്യുമ്പോൾ ഈ 250K ആണ് ഡബിൾ ആവുന്നത്. 10 കൊല്ലം അല്ലെങ്കിൽ 12 കൊല്ലം എടുത്താലും അത് ഡബിൾ ആവും. അതാണ് ഹിസ്റ്ററി ഷോയിങ്. നമ്മൾ ഉറപ്പൊന്നും പറയുന്നത് ഹിസ്റ്ററി ഷോയിങ് ലൈക്ക് ദാറ്റ്. പിന്നെ യു ഹാവ് ടു ബൈ. ഞാൻ കാര്യം പറയാം. ഇപ്പോൾ പെർത്തിൽ എല്ലാ സ്ഥലവും ഇപ്പോൾ ഇത് നമ്മൾ പെർത്തിൽ വാങ്ങിയൊരു പ്രോപ്പർട്ടിയാണ്. ഞാൻ എക്സാമ്പിൾ പറയണം കേട്ടോ. ഇത് 2000 ബിൽഡ് ചെയ്തിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അത് 2007 വിറ്റത് 600 ആണ്. ഓക്കെ, 2013 അത് വിറ്റതോ വെറും 75,000 കയറിയിട്ടുള്ളൂ. അപ്പോൾ പെർത്ത് ഇപ്പോൾ നല്ല മാർക്കറ്റാണ്. അത് വെച്ചിട്ട് എപ്പോഴും നല്ല മാർക്കറ്റ് ആയിരുന്നില്ല, ഒരിക്കലും നല്ല മാർക്കറ്റ് ആയിരുന്നില്ല. അത് മാറി മാറി. അതാണ് നമ്മൾ എപ്പോഴും മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് എൻട്രി ചെയ്താൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് കിട്ടുള്ളൂ. പിന്നെ എക്സിറ്റ് ആവുന്നത് ഈ പറഞ്ഞ മാതിരി നമ്മൾ ലോങ് ടൈം വെക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ ഗ്രോത്ത് കിട്ടുള്ളൂ. നമ്മളത് 2022 മേടിച്ചത് 650 ആണ്. 650 മേടിച്ചത് 2022 മേടിച്ചത് ഒരു 9 കൊല്ലം മുമ്പ് 675 മേടിച്ച ആളുടെ അടുത്ത് നമ്മൾ മേടിച്ചിരിക്കുന്നത് 650 മേടിച്ചത്. ആ സാധനം ഇപ്പോൾ 1 million ആയി. അപ്പോൾ ഇപ്പോൾ മേടിച്ച ആൾ 2022 മേടിച്ച ആൾ നമ്മുടെ ക്ലയൻറ്റ് മേടിച്ചത് 650 മേടിച്ചത്, കാരണം ഇപ്പോൾ 1 million ആയി. കറക്റ്റ് സമയത്ത് മേടിക്കാൻ പറ്റി, $1 million ആയി. ഇപ്പോൾ ടച്ച് ചെയ്തു. അത് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് കയറണമെന്നില്ല, നിർബന്ധമില്ല. പരത്തിൽ പ്രോപ്പർട്ടി എനിക്ക് കയറുന്നത്, ഇനി കയറും. പക്ഷേ ഇനി ഇങ്ങനെ ഗ്രോത്ത് ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പോൾ ടൈമിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രോത്ത് ഉണ്ടാവും. നമ്മൾ കറക്റ്റ് ടൈമിൽ ഏത് സ്ഥലത്തായാലും, ഈവൻ ഏത് കുഗ്രാമത്തിൽ മേടിച്ചാലും ഗ്രോത്ത് ഉണ്ടാവും എന്നാണ് ഞാൻ പറയുന്നത്. ഏത് കുഗ്രാമത്തിൽ മേടിച്ചാലും, ഇപ്പോൾ മെൽബൺ സിഡ്നി മാത്രമല്ല ഗ്രോ ചെയ്യുന്നത്, ഏത് കുഗ്രാമത്തിലും നമ്മൾ നല്ല സമയത്ത് പോയി മേടിക്കുകയാണെങ്കിൽ അത് ഗ്രോ ആവും, അത് ഡബിൾ ആവും. കാരണം ഡബിൾ ആവാൻ ഒരു രക്ഷയില്ല. കാരണം സോ മെനി പ്ലേസസ്. ഇപ്പോൾ ഞാൻ പറയാം, ഇതിപ്പോൾ ഫ്രാങ്ക്സൺ സൗത്തിലാണ്. 1976 അതിൻ്റെ പ്രൈസ് $48,000 ആയിരുന്നു. 1981 53 ആയി, 130 ആയി, 290 ആയി, 410, 850 ആയി. അതേമാതിരി തന്നെ ഇപ്പോൾ ഞാൻ ഗ്ലാഡ്സ്റ്റോണിൽ ഒരു പ്രോപ്പർട്ടി കാണിച്ചത്. ഇത് ഇപ്പോഴത്തെ വിലയാണ് 185. ഓക്കെ, $185,000 ഇപ്പോഴത്തെ പ്രൈസാണ്. അതായത് ഓഗസ്റ്റ് 16, 2024 വിറ്റതാണ് 135. അപ്പോൾ ഇത് ഇനി ഗ്രോ ആവോ എന്ന് വെച്ചാൽ ഇത് ഇനി ഗ്രോ ആവും. പക്ഷേ ഇനിയിപ്പോൾ അടുത്ത കൊല്ലം അടുത്ത കൊല്ലം ചിലപ്പോൾ ഗ്രോ ആവണമെന്നില്ല. പക്ഷേ ഇനി 10 കൊല്ലം കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഗ്രോത്ത് ആരംഭിക്കേണ്ടത്. 5 കൊല്ലം ചിലപ്പോൾ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. പക്ഷേ ഗ്രോത്ത് ഉണ്ടാവില്ല എന്ന് പറയരുത്. കാരണം അതിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയുവാണെങ്കിൽ 1988 അത് $32,000 ഉണ്ടാവുള്ളൂ. 1970 ചിലപ്പോൾ അത് $10,000 ഉണ്ടാവുള്ളൂ. അപ്പോൾ 1988 $32,000 സാധനം ഇപ്പോൾ അത് 185 ആയെങ്കിൽ അത് 6 ഇരട്ടിയായി. അപ്പോൾ ഗ്രോത്ത് എല്ലായിടത്തും എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ കോച്ച് പറഞ്ഞാണ് കേട്ടോ, ഞാൻ പറയണതല്ല, എൻ്റെ കോച്ച് സ്പെഷ്യലി പ്രൂവ് ചെയ്താണിത്. എല്ലായിടത്തും ഗ്രോത്ത് ഉണ്ട്, സിഡ്നി മാത്രമല്ല. ഇൻഫാക്ട് മെൽബൺ വാസ് വേഴ്സ്റ്റ് ടൗൺ ഫോർ ദ ലാസ്റ്റ് 4-5 years. കഴിഞ്ഞ കൊല്ലം ഗ്രോത്ത് ഉണ്ടായിട്ടില്ല, നെഗറ്റീവ് ഗ്രോത്താണ്. അപ്പോൾ പെർത്ത് ഗ്രോ ചെയ്തു. ടൗൺസിൽ അതിനേക്കാൾ ചെറിയ ടൗൺ. ആകെ നമുക്ക് വി ഹാവ് 5 million people. ടൗൺസിൽ ഹാസ് ഓൺലി ലൈക്ക് 200,000 people and that grown much better than Melbourne. But nothing related to growth is not related to the population. അപ്പം ചെറിയ ടൗൺ, ഇപ്പോൾ 10,000 പേരുള്ള ടൗൺ ആയാലും നല്ല ടൗണും കറക്റ്റ് സമയത്ത് മേടിക്കണം. അതായത് ചില സമയത്ത് ഇപ്പോൾ ഹോബാർട്ടിൽ മേടിക്കാൻ പാടില്ല, അതേമാതിരി ചിലപ്പോൾ ഡാർവിനിൽ മേടിക്കാൻ പറ്റില്ല, കാൻബറയിൽ മേടിക്കാൻ പറ്റില്ല. അങ്ങനെ ചില ടൗണുകളിൽ കറക്റ്റ് മേടിക്കുകയാണെങ്കിൽ അത് ഗ്രോ ആവും. അപ്പം you should invest in whatever money you have. Consult with mortgage broker, consult with accountant like Anthony, and see you can create an SMSF. അപ്പോൾ അവർ പറയും ചിലപ്പോൾ നിങ്ങൾക്ക് 300 വരാൻ പാടുള്ളത് പറഞ്ഞാൽ പറ്റില്ല, നമുക്ക് 200 ഉണ്ടെങ്കിലും 150 ആയാലും ഒന്ന് ശ്രമിച്ചു നോക്കാൻ പറയണം. മനസ്സിലാവില്ല? അതാണ് ഞാൻ പറയണത്. നമുക്ക് പറ്റിയതാണത്, അപ്പോൾ നിങ്ങൾക്കും പറ്റരുത്. Any other questions? You can book a meeting with myself. That is one thing you can do. buyasub.com.au/calendar എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മീറ്റിംഗ് ബുക്ക് ചെയ്യാം. You can also call me 04818225557. ഇതാണ് എൻ്റെ ലിങ്ക്. buyasub.com ഗൂഗിൾ ചെയ്താലും മതി. സതീഷ് എന്ന് ഗൂഗിൾ ചെയ്താലും മതി. buyasub ഗൂഗിൾ ചെയ്താൽ അതിൽ മീറ്റിംഗ് ലിങ്ക് ഉണ്ട്. ഇനി ആൻ്റണിയുടെ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ പറയാം. ആൻ്റണിയുടെ ഫോൺ നമ്പർ 0431459242, taxtalents.com.au. Okay. If you have to set up something, just give a call to Anthony or myself. And thank you very much. If there is nothing else, we are actually 12 minutes late. Thank you very much for your presence. Any other questions? Thank you.